വളരെ അനുഗ്രഹീതമായ പ്രശാന്ത സുന്ദരമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ബ്ലസ് കണ്ടല എന്ന ഈ ക്രൂസൈഡിൽ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് യേശുവിനെ ഞാൻ നന്ദി കരയറ്റുകയാണ്. ബഹുമാനനും ആദരണീയരുമാകുന്ന അനുഗ്രഹീതരാകുന്ന എല്ലാ കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും എൻ്റെ സ്നേഹാദരവിനെയും വന്ദനത്തെയും നന്ദിയെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഇന്നിവിടെ ആദരിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ഒരു കൊച്ചുമകൻ്റെ പ്രായമേ എനിക്കുള്ളൂ എങ്കിലും നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥനയാണ് ഈ ശുശ്രൂഷയിൽ എന്നെയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇന്ന് മനോഹരമായ നിലയിൽ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ഗായക സംഘം, പേഴ്സി സിസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ, ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശിവൻ പാസ്റ്റർ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എനിക്ക്. ഞാൻ വളരെ സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന കർത്തൃദാസനാണ്. ഈ അനുഗ്രഹീതമായ സുവിശേഷ യോഗം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും അനുഗ്രഹവുമാണ്. ഇപ്പോൾ കേട്ടതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ എന്നെയും സഭയും ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് കേട്ടതിൽ ഞാൻ ഒത്തിരി കർത്താവിനെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ തൊടുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ്. എനിക്കറിയാം ഈ രാത്രിയിൽ ഇന്നിവിടെ കൂട്ടമായ സൗഖ്യങ്ങൾ വ്യക്തികളിൽ സംഭവിക്കും. ഒത്തിരി വിടുതലുകൾക്കായി ഈ ഗ്രൗണ്ട് ഇന്ന് രാത്രിയിൽ ഒരുങ്ങപ്പെടുകയാണ്. ഇവിടുത്തെ അന്തരീക്ഷം ഒരുങ്ങപ്പെടുകയാണ്. അത് വിശ്വസിക്കുന്നവർ ആ സ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദയവായിട്ട് എഴുന്നേറ്റ് നിൽക്കാമോ? Can you please stand on your feet? God bless you all. Thank you Jesus. Hallelujah. മോണിറ്ററിൽ എനിക്ക് ദയവായിട്ട് Can you please give me more sound in the monitor, brother? Thank you Jesus. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ചില മിനിറ്റുകൾ അഭിഷേകം പ്രാപിച്ചവരെല്ലാം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഭിഷേകം പ്രാപിച്ചവരെല്ലാം ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഭിഷേകം പ്രാപിച്ചവരെല്ലാം അന്യഭാഷകളിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. We thank you Jesus. We thank you precious Holy Spirit. ശബ്ദം ഉയരുന്നില്ലല്ലോ? ശബ്ദം ഉയരട്ടെ. എല്ലാ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ശബ്ദം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഉയരപ്പെടട്ടെ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇരു കരങ്ങളും ഉയർത്തി പാടി, ശബ്ദം ഉയർത്തി. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എന്നാഥനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
നാമത്തിൽ യേശുവിന്റെ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഞാനെന്റെ സഭയെ പണിയ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നല്ല ചെയ്ത യേശുവിന്റെ നാമത്തിൽ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. ആത്മാവിൽ എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി. കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ച്, കണ്ണുകളടച്ച്, ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹോശാന ലേക്രമോശ ബ്രകതബോസ് ലേകതബോസ്. Lord, I release it over this place. I release the grace in the name of Jesus. Hallelujah. രണ്ട് കരങ്ങളും ആത്മാവിൽ ചേർത്തടിച്ച് ശബ്ദമുയർത്തി ഹോശാന ഹോശാന ഹസലേ ഹല്ലേലൂയ ഹോശാന ഹല്ലേലൂയ ഹോശാന. Jesus Lord, Jesus Lord, we praise you Lord. Hallelujah hosana samalageshor managar tamaushas. Hallelujah hosana. ആത്മശക്തി ഗ്രൗണ്ടിൽ ഇറങ്ങി വരണേ. ദൈവത്തിന്റെ മഹത്വം, glory, Shekinah, Shekinah, glory. Hallelujah hosana. ഇത് കൈകളെ മടിച്ച് ചില മിനിറ്റുകൾ അന്യഭാഷയിൽ Oh, in the name of Jesus, I break it all the demonic spirits. Hallelujah. എല്ലാ പൈശാചിക ശക്തികളും, എല്ലാ അന്ധകാര വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉടഞ്ഞു മാറണേ. എല്ലാ ഇരുളുകളും നീങ്ങി പോകണം. ഇവിടെ നിന്ന് കരമടിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കണേ. നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് രാത്രി വലിയൊരു തിരിവുണ്ടാകട്ടെ. വലിയൊരു തിരിവ് ഇന്ന് രാത്രി, ഒരു വഴിത്തിരിവിന്റെ രാത്രിയാകട്ടെ. പൈശാചിക ശക്തികൾ യേശുവിൻ നാമത്തിൽ വിടുവാണ്. Every evil spirit, every darkness, I break it tonight in the mighty name of Jesus. ഇത് കാഴ്ചക്കാരന്റെ രാത്രിയല്ല, ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവന്റെ രാത്രിയാ. ഇന്ന് രാത്രി ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ രാത്രിയാ. ഇത് വിമർശകന്റെ രാത്രിയല്ല, ഇത് വിശ്വസിക്കുന്നവന്റെ രാത്രിയാ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തന്നെ ആണിപ്പഴുതുള്ള കരം നീട്ടി അത്ഭുതകരമായ വിടുതലുകൾ ശരീരങ്ങളുടെ മേൽ ഇന്ന് രാത്രി അയക്കുകയാണ്. ഈ കരമടി പോരാ കേട്ടോ, ഈ ആരാധന പോരാ. ദൈവസഭയ്ക്ക് വിരോധമായി, ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ശക്തികളോട് പോരാടാൻ ഒരു സൈന്യം ഇന്ന് രാത്രി ഇതിലെഴുന്നേറ്റ് വരണേ. തുറിച്ചു നോക്കുന്ന കണ്ണുകളല്ല, വിമർശിക്കാൻ വന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളല്ല. ഇന്ന് രാത്രി ആത്മനിറവിൽ, ആത്മശക്തിയിൽ സ്വീകരിച്ചോ, സ്വീകരിച്ചോ. In the name of Jesus, in the mighty name of Jesus. അന്ധകാര ശക്തികൾ അഴിഞ്ഞ് പുറത്തു വരണേ, ഒട്ടഞ്ഞ് വെളി മാറണേ. In the mighty name of Jesus. ശരീരങ്ങളിൽ കുടിയിരിക്കുന്ന ദുർഭൂത ശക്തികൾ വെളിയെ വാ, യേശുവിൻ നാമത്തിൽ. Yes, yes. തൊടുന്നു ആ മകളെ ദൈവാത്മാ തൊടുന്നു, ആ സഹോദരിയെ കർത്താവ് തൊടുന്നു, തൊടുന്നു. വെളിയെ വാ. Come out. Come out. Jesus' name, come out.
ദൈവാത്മാവിന്റെ തീ തൊടട്ടെ. ആധരങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി തൊടട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇത് കേവലം വചന ശുശ്രൂഷകൾ കൊണ്ട് മാത്രം തീരുന്ന സെഷൻ അല്ല. ഇതിന്ന് വിടുതലിന്റെ രാത്രിയാണ്. ഒത്തിരി ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിടുതലുകളെ അയക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. I'm feeling the mighty anointing, the presence of the Lord here. Thank you, Lord Jesus. Thank you, Lord Jesus. The Gospel of John chapter 14 verse 6. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. I am the way, I am the truth, and I am the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. സംശയമില്ലതിൽ ആകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ മാറ്റമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മിൽ മാറ്റം വരുത്തും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആർക്ക് സാധ്യമല്ല. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മിൽ രൂപാന്തരം വരുത്തും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും, ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. യേശു കർത്താവിന്റെ ശുശ്രൂഷ ജീവിത കാലയളവിൽ യേശു തന്നെ കുറിച്ചു തന്നെ പറഞ്ഞ ചില വാക്കുകളിൽ വ്യക്തമായ പരാമർശിച്ച 2-3 ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന് യേശു പറയുന്നു, ഞാൻ വഴിയാകുന്നു. മറ്റൊരിടത്ത് യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് പറയുന്നു, ഞങ്ങളുടെ കർത്താവ് വഴിയും വാതിലും ആകുന്നു. യേശു വഴിയാകുന്നു. ജീസസ് ഈസ് ദ വേ. യേശു വഴിയാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോയ വഴികളല്ല ഇനി നമുക്ക് പോകാനുള്ള വഴികൾ. ദൈവദാസന്മാരെ, നിങ്ങൾ ചെയ്ത ശുശ്രൂഷകളല്ല ഇനി ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനിരിക്കുന്ന ശുശ്രൂഷകൾ. നമ്മൾ പിന്നിട്ട അനുഭവങ്ങളല്ല ഇനി നമ്മുടെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അനുഗ്രഹ സമ്പൂർണമായ ആത്മനിറവിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളെ നിർണയിക്കേണ്ടത് വഴിയാകുന്ന ക്രിസ്തുവായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വഴി അറിയാവുന്നവനോട് വഴി ചോദിച്ചാൽ ഒറ്റ വഴിയിലൂടെ പോവുള്ളൂ, അത് കൃത്യമായ സ്ഥലത്തെത്തിക്കും. വഴി അറിയാത്തവനോട് വഴി ചോദിച്ചാൽ നമ്മൾ വഴിയാധാരമാകും. വഴി അറിയാവുന്നവൻ വഴി പറഞ്ഞു തന്നാൽ കൃത്യമായ സ്ഥലത്ത് നമ്മൾ എത്തും. യേശു കർത്താവ് മാനവകുലത്തിൻ്റെ വഴികാട്ടിയാണ്.
യേശു കർത്താവ് കാട്ടാക്കടയിലുള്ള ജനങ്ങളുടെ, ട്രിവാൻഡ്രത്തുള്ളവരുടെ, ഇന്ന് ഈ കൺവെൻഷനിൽ ദൂരത്തും ചാരത്തുമായി നിൽക്കുന്നവരുടെ യഥാർത്ഥമായ വഴികാട്ടിയാണ്. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തികളും പരാജയപ്പെട്ടിട്ടില്ല. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചവരാരും തകർന്നു പോയിട്ടില്ല. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്തവരുടെ ജീവിതം എല്ലാ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ വിധി എഴുതി തള്ളിക്കളഞ്ഞതും ക്രിസ്തു എന്ന വഴിയിലേക്ക് തിരിഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അവരുടെ ജീവിതത്തിന് അത് വഴിത്തിരിവുകളായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ജീവനുള്ള ദൈവമാകുന്ന യേശുവിനെ ഞാൻ വിശ്വസിച്ചതും അറിഞ്ഞതുമാണ് എൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് അനുഭവിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആ കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ജ്ഞാനിയായ ശലോമോൻ രാജാവ് സദൃശ്യവാക്യങ്ങൾ 14:12 ഇങ്ങനെയാ പറഞ്ഞത്: ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. നമുക്ക് ചൊവ്വായി തോന്നിയ വഴികൾ നല്ല വഴികൾ ആകണമെന്നില്ല. നാം തിരഞ്ഞെടുത്ത വഴികൾ സത്യവഴികൾ ആകണമെന്നില്ല. നാം ചൂസ് ചെയ്ത പല വഴികളും പാഴ്വഴികളായി മാറി. എന്നാൽ എന്നെ കേൾക്കുന്നവരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്: ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദൈവമേ, ഞാനൊരു രാജാവായിരിക്കാം, ഞാനൊരു ശക്തനായ ഭരണാധികാരിയായിരിക്കാം, പക്ഷേ എനിക്ക് എൻ്റെ വഴിയിൽ നടക്കണ്ട. ഞാൻ എൻ്റെ വഴിയിൽ നടന്നാൽ അതിൽ പരാജയങ്ങളുണ്ട്, ഞാൻ എൻ്റെ വഴിയിൽ നടന്നാൽ അതിൽ തകർച്ചകളുണ്ട്, ഞാൻ എൻ്റെ വഴിയിൽ നടന്നാൽ അതിൽ തിന്മകളുണ്ട്. അതുകൊണ്ട് നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എൻ്റെ വീഴ്ച കാണുവാൻ കൊതിക്കുന്ന, എൻ്റെ പരാജയം കാണുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശത്രുക്കൾ എനിക്ക് ചുറ്റും നിൽക്കുമ്പോൾ, ദൈവമേ, നിന്റെ പാതയിൽ എന്നെ നടത്തണമേ എന്ന് 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ദൈവം മറുപടി കൊടുക്കുകയാണ്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട്, ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, ഞാൻ പോകേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് രാത്രിയിൽ തയ്യാറാകുന്നെങ്കിൽ, ഈ 2024 അല്ല, കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നിന്റെ മരണം വരെ 2 കണ്ണുകളും നിന്റെ മേൽ വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തന്ന് നടത്തുന്നൊരു ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളെ തട്ടി ഇന്ന് രാത്രി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ദൈവമേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, നിന്റെ പാതയിൽ എന്നെ നടത്തണമേ. ചോദിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? തുറിച്ചു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മിണ്ടാതിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, വഴി തെറ്റാതിരിക്കണമെങ്കിൽ, പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, പല പല ഉപദേശിമാർ മാറിയും തിരിഞ്ഞും പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിന് വഴിത്തിരിവുകളാകാത്തവരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ച് അവൻ നിനക്ക് ആലോചന പറഞ്ഞു തന്ന്, ഇവിടുത്തെ മനുഷ്യൻ തരുന്ന ആലോചന പോലെയല്ല, അവൻ നിന്നെ ആലോചനയിൽ വഴി നടത്തും. പിന്നത്തേതിൽ അവൻ നിന്നെ മഹത്വത്തിൽ കൈക്കൊള്ളുന്ന ദൈവമത്രേ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയാമോ: ദൈവമേ, എന്റെ വഴികളല്ല, നിന്റെ വഴി എന്നെ കാണിക്കണം. Lord, show me your way. ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറയുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. എന്റെ ദൃഷ്ടി നിന്റെ മേളിൽ വെച്ച് നിനക്ക് ഞാൻ ആലോചന പറഞ്ഞു തരും. ഇത് മനസ്സിലാക്കിയ ദാവീദ് 37-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പൊതുവായി, കോമണായി എല്ലാവരോടുമായി ദാവീദ് പറയുന്നു: നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അതിനെ നിർവഹിക്കും. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അതിനെ വളരെ ഗൗരവമായ നിലയിൽ, പരിപൂർണമായ നിലയിൽ, വിള്ളലുകളും വിടവുകളും ഇല്ലാതെ അവൻ അതിനെ പൂർത്തീകരിക്കും. ജീസസ്. അതുകൊണ്ടാണ് പ്രവാചകനായ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്: എൻ്റെ വാക്ക്
കേട്ടനുസരിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ തന്നെ നടക്കുവീൻ. ഇന്ന് രാത്രിയിൽ അതാ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അല്ല, കൈ പൊക്കാത്തവർ നശിക്കാനിരിക്കുന്നവരാണോ? ഒന്ന് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തി കാണിച്ചേ. എൻ്റെ ജീവിതം നന്നായിരിക്കണം, എൻ്റെ തലമുറ നന്നായിരിക്കണം, എൻ്റെ ശുശ്രൂഷ നന്നായിരിക്കണം, എൻ്റെ കുടുംബം നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട് ദൈവം പറയുന്നു, നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ തന്നെ നടക്കുവീൻ. ഇതിലൊരു സംശയമില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കുറുക്കു വഴികളില്ല. അനുഗ്രഹിക്കപ്പെടുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ക്രിസ്തുവാകുന്ന വഴിയാണ്. ഈ 81-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ആസാഫ് എന്ന് പറയുന്ന മനുഷ്യൻ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പറയുകയാണ്, അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. UGYM-ലെ ദൈവജനം, ഇന്ന് രാത്രി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ദൈവമക്കൾ, ഈ മുൻപ് മുതൽ പുറകു വരെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ദൈവം പറയുന്നു, എൻ്റെ വഴിയിൽ നടന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരിയുടെ നേരെ എൻ്റെ കൈ തിരിയുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. അവരുടെ ശുഭകാലം എന്നേക്ക് നിലനിൽക്കുമായിരുന്നു. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നൊഴുകുന്ന തേൻ കൊണ്ട് ഞാൻ അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇന്ന് രാത്രിയിൽ വേണ്ടാത്തവർക്ക് വേണ്ട. ആമീൻ, സ്തോത്രം. എന്നും ദാരിദ്ര്യമല്ല, എന്നും തകർച്ചയല്ല, എന്നും ബുദ്ധിമുട്ടല്ല. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിച്ചിരിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ മാത്രം ഇന്ന് രാത്രിയിൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ശാപം അനുഭവിക്കാനല്ല, തകർച്ച അനുഭവിക്കാനല്ല, പരാജയം അനുഭവിക്കാനല്ല, തിന്മകൾ അനുഭവിക്കാനല്ല, അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട എത്ര പേർ ഇന്ന് രാത്രി ഗ്രൗണ്ടിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൈയടിക്കാത്ത ബ്രദർ, വിശ്വസിക്കാത്ത സഹോദര, ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞതിനോട് എതിർക്കുന്ന മനോഭാവമുള്ള പ്രിയപ്പെട്ടവനെ, ഞാൻ നിന്നോടൊരു സത്യം പറയാം. നീ എന്ത് വിശ്വസിക്കുന്നോ അതാണ് നിന്റെ ലൈഫ്. നീ എന്ത് വിശ്വസിക്കുന്നോ അതാ നീ അനുഭവിക്കുന്നത്. നീ എന്ത് വിശ്വസിക്കുന്നോ അതാ നീ സ്വീകരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശമൂവേലേ, നീ എത്ര വിളിക്കപ്പെട്ടവനെങ്കിലും, നീ എത്ര തെരഞ്ഞെടുക്കപ്പെട്ടവനെങ്കിലും, ദൈവം നിന്നെ വിളിക്കുമ്പോൾ നീ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമേ ദൈവത്തിന് നിന്നെ ചിലത് ഏൽപ്പിക്കാനുള്ളൂ. മറിയമേ, ഗബ്രിയേൽ ദൂതനാണ് നിന്നോട് ദൂതറിയിക്കുന്നതെങ്കിലും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ നീ തയ്യാറായെങ്കിൽ മാത്രമേ ആ ദൂത് നിന്നിൽ നിറവേറത്തുള്ളൂ. ശരിയല്ലേ? ശമൂവേൽ എത്ര ശക്തനായ ഒരു മനുഷ്യനാണെങ്കിലും, ദൈവം എത്രയോ വർഷങ്ങൾ മുമ്പ് കണ്ട വ്യക്തിത്വമാണെങ്കിലും, ശമൂവേലേ, ശമൂവേലേ എന്ന് ദൈവം വിളിക്കുമ്പോ, അടിയൻ ഇതാ കർത്താവേ എന്ന് നീ തിരിച്ചു പ്രതികരിക്കുന്നത് വരെ ദൈവത്തിന് നിന്നോട് വേറെ ഒന്നും പറയാൻ കഴിയേല. ഇനി ദൂത് പറയുന്നത് ഗബ്രിയേൽ ദൂതനാണെങ്കിലും, മറിയത്തെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് നിന്റെ വാ കൊണ്ട് നീ തിരിച്ചു പ്രതികരിക്കാതിരുന്നാൽ ഈ പറഞ്ഞ ദൂത് നിന്റെ മേളിൽ ആക്ടിവേറ്റ് ആകുകയില്ല. ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ആസാഫ് പറയുന്നു, അവരുടെ വൈരികളെ ഞാൻ കീഴടക്കും. എന്റെ കൈ അവർക്ക് അനുകൂലമായി തിരിയും. അവരെ പകയ്ക്കുന്നവർ കീഴടങ്ങും. അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കും. മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കും. പാറയിൽ നിന്നൊഴുകുന്ന തേൻ ഞാൻ അവർക്ക് കൊടുക്കും. ഇതാരാണ്? ആരാണവർ?
എന്റെ വഴികളിൽ നടക്കുന്നവർ. ഒന്ന് കൈയടിച്ച് സ്വീകരിക്കാൻ തയ്യാറാവോ? എന്റെ വഴികളിൽ നടക്കുന്നവർ, എന്റെ വഴികളിൽ നടക്കുന്നവർ. ഇന്ന് രാത്രിയിൽ ശിമോൻ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ആമേൻ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം ദൈവത്തിന്റെ വഴിയിൽ നടന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ വഴിയിൽ നടന്നവൻ തകർന്ന ചരിത്രമല്ല എന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ പറയുന്നത്. ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞവൻ പട്ടുപോയ ചരിത്രമല്ല, അവന്റെ തലമുറകളെ അനുഗ്രഹിച്ച ചരിത്രമാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം തകർക്കുന്നവനല്ല, അവൻ പണിയുന്നവനത്രേ. അവൻ ഉടയ്ക്കുന്നവനല്ല, അവൻ പണിയുന്നവനത്രേ. നിന്റെ മനോഭാവം അത്രേ പൊളിക്കുന്ന മനോഭാവം. പിശാചേ, നിന്റെ മനോഭാവം അത്രേ സ്പ്ലിറ്റ് ആക്കുന്ന മനോഭാവം. എന്റെ ദൈവം തകർക്കുന്നവനല്ല, അവൻ പണിയുന്നവനാണ്. എന്റെ ദൈവം രണ്ടാക്കുന്നവനല്ല, എന്റെ ദൈവം ഒന്നാക്കുന്നവനാണ്. My God is a God of builder. My God is the God of blessings. വിമർശിച്ചോ, താഴെയും മേലെയും വിമർശിച്ചോ. വീണ്ടും പറയുന്നു, എന്റെ ദൈവം അനുഗ്രഹിക്കുന്നതയാ. ഇതിനെ വിമർശിക്കുന്ന നിന്റെ ലൈഫ് എന്താകുമെന്നും ഇത് വിശ്വസിക്കുന്ന എന്റെ ജീവിതം എന്താകുമെന്നും കാലം തെളിയിക്കും. ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, എന്റെ യേശു അവൻ സൗഖ്യമാക്കുന്നവൻ. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്നവൻ, അവൻ ആൽഫയായവൻ ഒമേഗയായവൻ. What do you believe? നീ എന്ത് വിശ്വസിക്കുന്നോ അത് നീ അനുഭവിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നീ എന്ത് വിശ്വസിക്കുന്നോ അത് നീ അനുഭവിക്കുന്നു. ജീസസ്, ഞാൻ എന്ത് വിശ്വസിക്കുന്നോ ഞാൻ അത് അനുഭവിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ ഗ്രൗണ്ടിൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. കാരണം വഴിയാകുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ക്രിസ്തു വരുന്ന വഴിയിൽ ഇരുന്നവൻ പോലും സൗഖ്യമായില്ലേ? വഴിയാകുന്ന ക്രിസ്തു അവിടെ നിൽക്കട്ടെ, ക്രിസ്തു വരുന്ന വഴിയിൽ ഇരുന്നവൻ ഹീലായില്ലേ? കർത്താവ് വരുന്ന വഴിയിൽ മരത്തേൽ ഇരുന്നവന്റെ വീട് വരെ വിടുവിക്കപ്പെട്ടില്ലേ? ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്കറിയില്ല. മരത്തിൽ, യേശു വരുന്ന വഴിയിൽ മരത്തേൽ ഇരുന്നവൻ വരെ വിടുവിക്കപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വന്ന് കസേരയിട്ട് ദൈവവചനം കേൾക്കാനിരിക്കുന്ന നിന്നെ എന്റെ ദൈവം മാനിക്കാതെ വിടുവോ? വിശ്വസിക്കുന്നവർ എത്ര പേര് ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കാതെ ഇരിക്കുവോ? വഴി തുറക്കാതിരിക്കുവോ? ഇന്ന് രാത്രിയിൽ നീ തിരിഞ്ഞ വഴി ഒരു തിന്മയുടെ വഴിയല്ല, ഒരു തകർച്ചയുടെ വഴിയല്ല, ഒരു പ്രതിസന്ധിയുടെ വഴിയല്ല, അത് അത്ഭുതത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്ന് ഒഴുകുന്ന തേൻ കൊണ്ടും നിന്നെ പോഷിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും അവരെൻ്റെ വഴിയിലേക്ക് തിരിയുകയും ചെയ്താൽ. ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ, തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ, ദൈവം നമ്മളോട് എടുക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ പോകാൻ പറഞ്ഞ വഴിയുണ്ട്, പോകരുത് എന്ന് പറഞ്ഞ വഴിയുണ്ട്. എല്ലാവരും പറയോ, ദൈവം പോകാൻ പറഞ്ഞ വഴിയുണ്ട്, പോകരുത് എന്ന് പറഞ്ഞ വഴിയുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടം അത് ഈ പോകരുത് എന്നുള്ള കാര്യം കേൾക്കാനാണല്ലോ, പോകാൻ എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ. ദൈവം എടുക്കരുത്, പോകരുത് എന്ന് പറഞ്ഞ 3 വഴി പറയാൻ പോവാ. എടുക്കരുത്, ഒറ്റ വാക്യത്തിൽ നിന്ന് പറയും. യൂദായുടെ ലേഖനം
1-ാം അധ്യായത്തിന്റെ ഒറ്റ അധ്യായമേ ഉള്ളൂ, അതിന്റെ 11-ാമത്തെ വാക്യം ബൈബിൾ പറയുന്നു, അവർക്ക് അയ്യോ കഷ്ടം, അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. അവർക്ക് അയ്യോ കഷ്ടം. എന്നെ ശ്രദ്ധിക്കുന്നോ? യൂദായുടെ ലേഖനം പുതിയ നിയമത്തിലാണ്, വെളിപ്പാട് പുസ്തകത്തിനൊക്കെ മുമ്പാണ്. ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നിടത്തല്ല. എന്നെ ശ്രദ്ധിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവർ കയീന്റെ വഴിയിൽ നടന്നു. കയീന്റെ വഴി 3 പേരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1 കയീൻ, 2 കോരഹ്, 3 ബിലെയാം. എന്നിട്ട് ബൈബിൾ പറഞ്ഞു, ഈ 3 പേരും എടുത്ത വഴി നിങ്ങൾ എടുക്കല്ലേ. ഈ 3 പേരും പോയ വഴി നമുക്കുള്ള വഴിയല്ല. അതെന്നാ നമുക്കുള്ള വഴിയല്ലാത്ത? ആ വഴി എടുക്കുന്നവർക്ക് അയ്യോ അടിപൊളിയല്ല, അയ്യോ കഷ്ടം. പ്രൈസ് ഗോഡ്. 1-ാമത്തെ വഴി കയീന്റെ വഴി. അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞാട്ടെ, കയീന്റെ വഴി നമുക്കുള്ളതല്ല. കുറച്ചു നേരം ശാന്തമായിട്ട് പറയാം. കയീന്റെ വഴി നമുക്കുള്ളതല്ല. എന്താ കയീന്റെ വഴിയുടെ പ്രത്യേകത? കയീൻ എടുത്ത വഴി എന്താ? വേദപുസ്തകത്തിൽ കയീനും തന്റെ സഹോദരനായ ഹാബേലും ദൈവത്തിന് യാഗം കഴിച്ചു. നമുക്കറിയാം, കയീൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിച്ച വഴിപാടിലല്ല ദൈവപ്രസാദമുണ്ടായത്. ഹാബേലിന്റെ യാഗത്തിലാണ് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായത്. തന്റെ സഹോദരനായ ഹാബേൽ അനുഗ്രഹീതനായി എന്ന തിരിച്ചറിവ് കയീന്റെ അകത്ത് അസൂയ ഉണ്ടാക്കി. പറഞ്ഞ അസൂയ. ആ അസൂയ നിമിത്തം സഹോദരനെ കൊന്നുകളയാൻ, തീർത്ത് കളയാൻ കയീൻ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു. അത് കുലപാതകത്തിന്റെ വഴിയായിരുന്നു. അത് നരകത്തിലേക്കുള്ള വഴിയായിരുന്നു. അത് തകർച്ചയുടെ വഴിയായിരുന്നു. കയീനെ, നീ ആ തിന്മയുടെ വഴി തിരഞ്ഞെടുക്കാൻ നിന്റെ അകത്തുണ്ടായ തെറ്റായ വികാരം ഏതാണ്? അസൂയ, ജലസി. ഇന്ന് രാത്രിയിൽ ബ്ലസ് കണ്ടല കൺവെൻഷനിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, നീ കയീന്റെ വഴി എടുക്കരുത്. അസൂയ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചില്ല, അത് അവന് ലഭിച്ചു എന്ന ആ ചിന്തകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ തകർക്കാൻ നീ കയീന്റെ വഴി എടുത്താൽ, ബൈബിൾ നിന്നോട് പറയുന്നു, നിനക്കും നിന്റെ തലമുറയ്ക്കും അയ്യോ കഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യന് നൽകിയ വികാരങ്ങളിൽ ഒന്നാണ് അസൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രൗണ്ടിൽ, ഈ സ്റ്റേജിലും ഈ ഗ്രൗണ്ടിലും അസൂയ ഉള്ളവരെന്ന് കൈ ഉയർത്തി. ഞാൻ കൈവക്കാം, എനിക്കുണ്ട് ഇച്ചിരി അസൂയൊക്കെ. അസൂയയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഇച്ചിരി അസൂയൊക്കെ ഉണ്ടെന്നുള്ളവരൊന്ന് കൈ നോക്കി. അത് കൊള്ളാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അസൂയുണ്ട്, ഇല്ലേ? ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 3 വയസ്സുള്ള ഒരു കൊച്ചും 5 വയസ്സുള്ള ഒരു കൊച്ചും. ഇനി ഈ 3 വയസ്സുള്ള കൊച്ചിന് മാത്രം ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക, 5 വയസ്സുള്ള കൊച്ചിന് അസൂയ ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഇവര് തമ്മിൽ അടിയാവത്തില്ലേ? ഒരാൾക്ക് മാത്രം ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തേ, വഴക്കാവോ? അസൂയുണ്ടോ? അത് കുഞ്ഞുങ്ങൾ തുടങ്ങി, അതിന് പ്രായമൊന്നുമില്ല. ചാകാൻ കട്ടിലേക്ക് കിടക്കുന്ന വല്യപ്പന് വരെ അസൂയുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ദൈവം മനുഷ്യന് കൊടുത്ത വികാരങ്ങളെല്ലാം തിന്മയ്ക്ക് ഉപയോഗിക്കാനല്ല. അസൂയ ഒരു നല്ല വികാര. അതെന്തിനാ ദൈവം തന്നേന്നറിയോ? കുറച്ചും കൂടെ നമ്മൾ മെച്ചമാകാൻ, കുറച്ചും കൂടെ നന്നാകാൻ.
ഇപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന വചനം ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ദൈവമേ എനിക്കിങ്ങനൊന്ന് ശുശ്രൂഷിക്കാൻ പറ്റണമല്ലോ, എപ്പോഴാ എനിക്കിങ്ങനെയൊക്കെ ഒന്ന് വചനം പറയാൻ പറ്റുക എന്നൊരു ചിന്തയുണ്ടായി. ആ ചിന്ത നിന്നെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രേരിപ്പിക്കുന്നെങ്കിൽ നല്ല കാര്യമാണത്. അതിന് പകരം ഇവനെ എങ്ങനെ വിട്ടാൽ ഒക്കുകയല്ലോ, ഇവനിട്ട് നാളെ 2 എഴുതണം, ഫേസ്ബുക്കിനകത്ത് ഇവനിട്ട് നാളെ 2 പിടിപ്പിക്കണം, ഇവനെ എങ്ങനെ വിട്ടാൽ ഇവൻ അനുഗ്രഹിക്കപ്പെട്ടു പോകും, എനിക്കോ പറ്റിയില്ല, പശു ഒട്ട് തിന്നുന്നുമില്ല, പട്ടി ഒട്ട് തീറ്റിക്കുകയില്ലെന്ന് പറയുന്ന സ്വഭാവമാണ് കയ്യിന്റെ വഴി. ആരും മിണ്ടുന്നില്ലല്ലോ. പട്ടി തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല. ഹല്ലേലൂയ. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് നല്ല വഴിയല്ല. കോപമുള്ള എത്ര പേരുണ്ട്? കോപമുള്ളവരെന്ന് കൈ ഉയർത്തി. അത്യാവശ്യം അല്പ ദേഷ്യമൊക്കെ ഉള്ളവരെന്ന് കൈ ഉയർത്തി. കോപം മനുഷ്യന് ദൈവം കൊടുത്തൊരു നല്ല വികാര. യേശുവിന് വരെ കോപം ഉണ്ടായി അല്ലേ? കോപം ഉണ്ടായോ? ദേവാലയത്തിൽ യേശു വന്ന് ചാട്ടവാർ എടുത്ത് അഴിമതി കാണിക്കുന്നവരെ അടിച്ചു പുറത്താക്കിയോ? ആരും മിണ്ടുന്നില്ല. കേരളത്തിലല്ല ആദ്യം കടക്കുപുറത്ത് ഉണ്ടായത്. ആരും മിണ്ടുന്നില്ലല്ലോ. കേരളത്തിലല്ല ആദ്യം അതുണ്ടായത്. അങ്ങ് ജെറുസലേം ദേവാലയത്തിലാണ് ഈ ശബ്ദം ആദ്യം മുഴങ്ങിയത്, കടക്കുപുറത്ത്. സ്തോത്രം. അപ്പൊ യേശുവിന് അല്പ കോപം ഉണ്ടായിരുന്നോ? പറ. എന്തിനാ കോപം? ഭാര്യ അടിക്കാനോ? ഭർത്താവിനോട് മെക്കിട്ട് കയറാനോ? സമൂഹത്തിന് തിന്മയുണ്ടാക്കാനോ? ഒരിക്കലും അല്ല. കോപം എന്ന വികാരം ദൈവം മനുഷ്യന് തന്നത് തിന്മയ്ക്കായിട്ടല്ല, തിന്മയ്ക്കെതിരെ പോരാടാനാണ്. കോപം എന്ന വികാരം മനുഷ്യന് ദൈവം കൊടുത്തത് അനീതിക്കെതിരെ പോരാടാനാണ്, കുലപാതകർക്കെതിരെ പോരാടാനാണ്. ഹല്ലേലൂയ. നിന്റെ മക്കളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. കോപം ഒരു നല്ല വികാരമാണ്, പക്ഷെ അത് തിന്മയ്ക്കായി ഉപയോഗിക്കരുത്. അസൂയ എല്ലാരിലും ഉണ്ട്, അത് മറ്റുള്ളവരെ തകർക്കാൻ ഉപയോഗിക്കരുത്. ആമേൻ. ശബ്ദം ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. കയ്യിന്റെ വഴി എടുക്കരുത്. ഈ മനുഷ്യനെ ഉപയോഗിക്കുന്ന കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയും. എന്നെ മാനിച്ച കർത്താവിന് നിന്നെ മാനിക്കാൻ കഴിയും. എന്നെ വിടുവിച്ച ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ നന്മയിൽ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ നാം സന്തോഷിക്കുന്നവരാണെങ്കിൽ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ, മറ്റുള്ളവരുടെ നന്മയിൽ നാം അസൂയപ്പെടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയ ദൈവം നിന്റെ അവസ്ഥകൾക്കും വ്യത്യാസം വരുത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കൈകളൊന്ന് അടിച്ച് അതരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പാ, the spirit of jealousy, I break it in the name of Jesus. Hallelujah. Hallelujah. ഒന്ന് കൈയിന്റെ വഴി എടുക്കല്ലോ മക്കളെ. എന്റെ ജീവിതത്തിൽ അല്പമായെങ്കിലും കർത്താവ് എന്നെ അനുഗ്രഹിച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരാൾ ഒരു നല്ല പാട്ട് പാടിയാൽ ഞാൻ പറയും, മോനെ നീ നന്നായി പാടിയെന്ന്. അവൻ ഒന്നുകൂടെ പാടാനുള്ള അവസരം ഞാൻ കൊടുക്കും. അല്ലെ അവനെ എങ്ങനെ ഒതുക്കാം എന്ന് ഞാൻ നോക്കാറില്ല. ഒരാൾ നന്നായിട്ടൊരു മെസ്സേജ് പറഞ്ഞാൽ ആ മെസ്സേജ് പറഞ്ഞ് തിരിച്ച കസേരയിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറയും, ബ്രദറെ, ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ മെസ്സേജ് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും കാരണമുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്നു ചിലർ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കൈകൊട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഇവന്റെ ജീവിതത്തിൽ ഒരു ഗതി പിടിക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ദൈവമാണ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്, ദൈവമാണ് മനസ്സിനെ തൂക്കി നോക്കുന്നത്, ദൈവമാണ് ഹൃദയങ്ങളെ വിവേചിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കട്ടെ, നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ. മറ്റൊരു മനുഷ്യന്റെ അനുഗ്രഹത്തിൽ, അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നന്മയിൽ അസൂയയില്ലാത്ത ഹൃദയത്തോടെ നിനക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി
കർത്താവായി പറയുന്നു, ഈ അനുഗ്രഹത്തിന്റെ പുതപ്പ്, ഈ വിടുതലിന്റെ പുതപ്പ് നിന്റെ മേലെ വിടാൻ, നിന്റെ തലമുറയുടെ മേലെ വിടാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കയ്യിന്റെ വഴി എടുക്കല്ല. കയ്യിന്റെ വഴി നല്ലതല്ല. കയ്യിന്റെ വഴിയിലൂടെ കേരളത്തിൽ ഒരുപാട് സഭകൾ സഞ്ചരിക്കുന്നു. കയ്യിന്റെ വഴികളിലൂടെ ഒരുപാട് പേര് ഷൈൻ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഇപ്പം നീ ഷൈൻ ചെയ്യും. എന്നാൽ ചരിത്രത്തിൽ നിന്നെ രേഖപ്പെടുത്താൻ പോകുന്നത് നല്ല ഒരാളുടെ കൂടെ അല്ല. പക്ഷെ നീ ആരെ തകർക്കാൻ ശ്രമിച്ചുവോ അവന്റെ രക്തം ഇന്നും സംസാരിക്കും. ഓ ജീസസ്. 2, കോരഹിന്റെ വഴി എടുക്കരുത്. പറഞ്ഞേ, കോരഹിന്റെ വഴി. എന്താ കോരഹിന്റെ വഴിയുടെ പ്രശ്നം? എന്താ കോരഹ് എടുത്ത വഴി? ഈ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ബൈബിൾ പറയുന്നു, കോരഹ് മോശയുടെ സഭയ്ക്കകത്തുനിന്ന്, പെട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, മോശയുടെ സഭയ്ക്കകത്തുനിന്ന്, ലക്ഷങ്ങൾ കൂടുന്ന സഭയ്ക്കകത്തുനിന്ന് 250 പേരെ വശീകരിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം അവന്റെ അടുക്ക് ചെന്ന് പറഞ്ഞ് മോശയെ കുറിച്ച്, അങ്ങനെയാണല്ലോ, മോശയെ കുറിച്ച് ആവശ്യമില്ലാത്തതെല്ലാം പോയി പറഞ്ഞു കൊടുത്ത് മോശയ്ക്ക് തിന്മയ്ക്കായിട്ട് ഒരു കൂട്ടം ഇതിനകത്ത് കൂടി. ഈ 250 പേര് ഒന്നിച്ച് കൂടിയിട്ട് മോശയോട് ചോദിക്കുകയാണ്, നീ മാത്രമേ ദൈവദാസനായിട്ടുള്ളോ? നിന്നെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളോ? ഞങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതല്ലയോ? നീ മാത്രമേ വിശുദ്ധനായിട്ടുള്ളോ? ഞങ്ങളും വിശുദ്ധരല്ലയോ? അധികാരത്തോട് മറുതലിച്ച ഒരു തലമുറ. ഇന്ന് രാത്രി തൊഴുകയോടെ പറയാം മക്കളെ, അധികാരത്തോട് മറുതലിക്കല്ലേ. അധികാരങ്ങളോട് മറുതലിപ്പ് കാണിക്കരുത്. അതൊരിക്കലും ജീവിതത്തിന് അനുഗ്രഹമല്ല. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ, ഒരു സഭയിലാകാം, കുടുംബത്തിലാകാം, ഒരു ഓഫീസിലാകാം, എവിടെയാണെങ്കിലും ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നിടത്ത് നിങ്ങൾ വിധേയപ്പെടുന്നവരാണെങ്കിൽ ആ വിധേയത്വത്തിന് ഒരു മനോഹരത്വമുണ്ട്, ആ വിധേയത്വത്തിന് ഒരു അനുഗ്രഹമുണ്ട്. മറുതലിപ്പ് എപ്പോഴും തകർച്ചയിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്. മറുതലിക്കുന്ന ആത്മാവുള്ളവരായി, റിബല്ലായി നിങ്ങൾ മാറരുത്. മറുതലിപ്പിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് വിധേയപ്പെടട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുതലിപ്പ് കാണിക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുതലിപ്പ് കാണിക്കുന്നു. മറുതലിക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. റോമർ 13:1-2 വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മറുതലിക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. ഒരിക്കലും മറുതലിക്കരുത്. ഒരിക്കലും അധികാരങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടരുത്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സഭയിൽ, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന മേഖലയിൽ നിങ്ങൾ വിധേയപ്പെടുന്നവരാണെങ്കിൽ, അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ അതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. എഴുത്തുകാരനായ കുഞ്ഞുണ്ണി മാഷ് തൻ്റെ കവിതയിൽ പറഞ്ഞ ഒരു പരാമർശമുണ്ട്. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കാണ്. ആമേൻ. ഗുരുത്തമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ. ഗുരുത്തമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും അവൻ കരുതിക്കൂട്ടി വരുത്തും വിനകൾ ഏറെ. ഇന്ന് രാത്രി ഗുരുത്തം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം പ്രിയപ്പെട്ടവരെ. ആമേൻ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്ന തലമുറ, ഭാര്യയ്ക്ക് ആമേൻ സ്തോത്രം, ആമേൻ, ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ആമേൻ. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുന്നു, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്നു, മക്കളുമാർ മാതാപിതാക്കൾക്ക് വിധേയപ്പെടുന്നു. നിങ്ങൾ ആ ഭവനം ഒന്ന് നോക്കിയേ. ആ ഭവനം കാണാൻ വളരെ ഒരു മനോഹരത്വമില്ലേ, ഒരു ബ്യൂട്ടി ഇല്ലേ? ആമേൻ. നിങ്ങളെ നയിക്കുന്ന ദൈവദാസന്മാർക്ക്, നിങ്ങളെ നയിക്കുന്ന സഭയ്ക്ക് ആമേൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ സമയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ സമ്പത്തുകൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ സഭയ്ക്കകത്ത് വിധേയപ്പെടുമ്പോൾ ആ സഭ കാണാൻ ഒരു മനോഹരത്വമില്ലേ? ഇന്ന് രാത്രിയിൽ എന്നെ
കേൾക്കുന്നവരെ, അധികാരത്തോട് മറുതലിക്കുന്ന കോരഹുമാരായി നിങ്ങൾ മാറരുത്. മാറിയാൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 30-ാമത്തെ വാക്യം പറയുന്നു, ഒരപൂർവ കാര്യം സംഭവിച്ചു. ഭൂമി വായ പിളർന്ന് കോരഹിനെയും തന്റെ കൂടെ കൂടിയവരെയും വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. 30 ലക്ഷത്തിലധികം ആള് കൂടുന്ന ഒരു സഭയ്ക്കകത്തുനിന്ന് 250 പേര് പോയാൽ ആരറിയാനാ? ആരും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിനകത്തുനിന്ന്, ലുലു മാളിനകത്തുനിന്ന് നിങ്ങൾ ഒരു ചിപ്സ് എടുത്തോണ്ട് പോയതുപോലെ ഉള്ളൂ. സ്തോത്രം. ഒരു പാക്കറ്റ് ചിപ്സ് എടുത്തോണ്ട് പോയതുപോലെ ഉള്ളൂ. ആരറിയാനാണ്? ഒന്നും എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പുള്ളിയുടെ കൂടെ 10-30 ലക്ഷം പേരില്ലേ, അതിനകത്ത് നിന്ന് 250 പേരെ കൂട്ടി എന്റെ ഭാഗത്താക്കിയാൽ എന്നാ തെറ്റ്? നോ, 250 അല്ല, 25 അല്ല, 2 അല്ല. ദൈവം ക്രമത്തിന്റെ ദൈവമാണ്. ദൈവം അതിക്രമത്തിന്റെ ദൈവമല്ല. ദൈവം വ്യവസ്ഥയുടെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആരോടോ കർത്താവ് പറയുന്നു, നീ കോരഹിന്റെ വഴി എടുക്കരുത്. എടുത്താൽ അത് അപകടമാണ്. 3, ബിലയാമിന്റെ വഴി. 3 വഴി എടുക്കരുതെന്നാ യൂദാ പറയുന്നത്. ബിലയാമിന്റെ വഴി. എന്താ ബിലയാമിന്റെ വഴി? 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നു, അവർ നേർവഴി വിട്ടുതെറ്റി ബയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. ആ വഴിക്കുള്ള പ്രത്യേകത എന്നറിയോ? പണത്തിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വഴി. കാശ് കിട്ടുമെങ്കിൽ, പണം കിട്ടുമെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ബിലയാം. അത് ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ, അല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അനീതി കാണാതെ നിന്റെ കണ്ണുകളെ നീ അടയ്ക്കുകയും തിന്മ കേൾക്കാതെ നിന്റെ കാതുകളെ നീ പൊത്തുകയും കൈക്കൂലി വാങ്ങാതെ നിന്റെ കൈ നീ കുടഞ്ഞു കളയുകയും ചെയ്താൽ നീ പാറക്കോട്ടകളിൽ വസിക്കും. നിന്റെ അപ്പം നിനക്ക് കിട്ടാതിരിക്കുകയില്ല, നിന്റെ വെള്ളം നിനക്ക് മുട്ടിപ്പോകുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, തമ്പുരാൻ തരുന്നത് മാത്രം മതി എന്നുള്ളവരൊന്ന് കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കൈക്കൂലി വാങ്ങരുത്, കൈക്കൂലി കൊടഞ്ഞു കളയ, പണത്തിന് വേണ്ടി ശുശ്രൂഷിക്കരുത്. പണം ദൈവം തരും. ഞാൻ ഉറപ്പായും പറയുന്ന പ്രിയപ്പെട്ടവരെ, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ അത് നിന്നെ പിന്തുടരും. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് പറയാൻ കഴിയുമോ, ജീവനുള്ള ദൈവത്തെ ഞാൻ അറിഞ്ഞതിനാൽ, ഈ കർത്താവിനെ സേവിച്ചതിനാൽ പട്ടിണി കിടക്കാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടതെല്ലാം, എന്റെ കുടുംബത്തിന് വേണ്ടതെല്ലാം, എന്റെ തലമുറയ്ക്ക് വേണ്ടതെല്ലാം ഇന്ന് രാത്രി നിമിഷം വരെ ആഹാരത്തിന് ആഹാരവും, വസ്ത്രത്തിന് വസ്ത്രവും, പാർപ്പിടത്തിന് പാർപ്പിടവും, വാഹനത്തിന് വാഹനവും, നന്മകൾക്ക് നന്മയും ഇന്ന് രാത്രി തന്ന് എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ കഴിയുന്നവർ ശബ്ദമുയർത്തി ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറ. ഈ 3 വഴി എടുക്കരുത്. 1, അസൂയ കൊണ്ട് മറ്റുള്ളവരെ തകർക്കുന്ന കൈയുടെ വഴി. നിനക്ക് അയ്യോ കഷ്ടം. 2, അധികാരത്തോട് മത്സരിക്കുന്ന കോരഹിന്റെ വഴി. 3, പണത്തിന് വേണ്ടി ദ്രവ്യാഗ്രഹമുണ്ടായിട്ട് എന്തും ചെയ്യാൻ മടിക്കുന്ന, ദൈവത്തെ പോലും മറന്ന് പ്രവചിക്കുന്ന ബിലയാമിന്റെ വഴി എടുക്കരുത്. ആ വഴി എടുക്കരുത് എന്ന് ദൈവം പറഞ്ഞതിൽ ഒരു കാര്യൂടെ പറഞ്ഞ് ദൈവം എടുക്കാൻ പറഞ്ഞ വഴിയിലേക്ക് വരികയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്കറിയാം, ഞാൻ ഈ ഭാഗത്തിലേക്ക് കയറുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോടും ഈ സ്റ്റേജിലിരിക്കുന്ന കർത്തൃദാസന്മാരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നെങ്കിൽ അതെനിക്കൂടെ ഒന്ന് മനസ്സിലാകണം. ചിലരോട് ദൈവം സംസാരിച്ചാലും സംസാരിക്കാത്ത പോലെ അവരിയ്ക്കും. അവർക്കതിന് പ്രത്യേക ട്രെയിനിങ് ഉണ്ട്. സ്തോത്രം. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം പറയുന്നു, 26-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ സർവശക്തനാകുന്ന ദൈവം
ഇസഹാക്കിനോട് പറയുന്നു, അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ പോലെ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി. അപ്പൊ ഇസഹാക്ക് തീരുമാനിച്ചു ഈജിപ്തിലേക്ക് പോകാൻ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഗരാറിലേക്ക് പോകാൻ, ഈജിപ്തിലേക്ക് പോകാൻ ഇസഹാക്ക് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കേ, നീ ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് സത്യം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. ഇസഹാക്കേ, നീ ഒരിക്കലും ഈജിപ്തിലോട്ട് പോകരുത്. സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ചല്ല ഈ ദൂത് പറയുന്നേ, മനുഷ്യനെ വിട്ടുമല്ല ഈ ദൂത് പറയുന്നേ. സാക്ഷാൽ യഹോവയാകുന്ന ദൈവം തന്നെ ഇസഹാക്കിന് പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് തൊടാൻ പരിശുദ്ധാത്മാവിനെ എന്നെ വളരെ അധികമായി എന്നെ പുഷ് ചെയ്യുകയാണ്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തുണ്ടായി എന്ന് പറഞ്ഞാൽ, ഇസഹാക്കിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാം അനുഭവിച്ചത് പലതും ഇസഹാക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അബ്രഹാം അനുഭവിച്ച ക്ഷാമം ഇസഹാക്ക് അനുഭവിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ രാജാവ് പിടിച്ചോണ്ട് പോയി. അബ്രഹാം പറയേണ്ടി വന്നു, സാറ എന്റെ പെങ്ങളാണ്. ഇസഹാക്കിന്റെ ഭാര്യയായ റബേക്കയെ അബിമേലേക്ക് പിടിച്ചോണ്ട് പോയി. ഇസഹാക്ക് പറയേണ്ടി വന്നു, റബേക്ക എന്റെ പെങ്ങളാണ്. ഇങ്ങനെ അബ്രഹാം ഫേസ് ചെയ്തത് പലതും ഇസഹാക്ക് ഫേസ് ചെയ്തു. ഞാൻ ആ വാക്യം അങ്ങനെ നിർത്തിക്കൊണ്ട്, അതുമായിട്ടൊരു കണക്ഷൻ ഇതിനില്ലെങ്കിൽ പോലും ദൈവം എന്നെ കൊണ്ട് പറയിക്കുന്ന ചെയ്യിക്കുന്ന ഈ മൂവ്മെന്റിനെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൻ അനുഭവിച്ചത്, അമ്മ അനുഭവിച്ചത്, അപ്പന്മാർ അനുഭവിച്ചത് ഇന്ന് ഞാനും അനുഭവിക്കുന്നു. അതേ രോഗം ഞാൻ അനുഭവിക്കുന്നു, അതേ പ്രതിസന്ധി ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പിതാക്കന്മാർ അനുഭവിച്ചത് പലതും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. എന്തൊക്കെയോ നിഴൽ പോലെ എന്നെയും പിന്തുടരുന്നു എന്ന അനുഭവമുള്ള ആരെങ്കിലും ഈ ഗ്രൗണ്ടിന്റെ മേൽ ഇരിപ്പുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ വന്ന് ദൈവവചനം കേൾക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അതിനെ സ്വർഗം ബ്രേക്ക് ചെയ്യുകയാണെന്ന് കൈ അടിച്ചതെന്ന് സ്വീകരിച്ച്, കരങ്ങൾ അടിച്ചതെന്ന് സ്വീകരിച്ച്, നിഴൽ പോലെ നിന്നെ പിന്തുടരുന്ന, നിഴൽ പോലെ നിന്നെ അനുഗമിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, നിന്റെ അമ്മയുടെ ഡയബറ്റീസ് നിനക്കുണ്ടെങ്കിൽ, നിന്റെ അപ്പന്റെ ഹാർട്ട് പ്രോബ്ലം നിനക്ക് സംഭവിച്ചെങ്കിൽ, കുടുംബമായി പാരമ്പര്യമായി നിൽക്കുന്ന രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഉടഞ്ഞു മാറട്ടെ. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ആത്മാവിൽ ആരാധിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിച്ചാട്ടെ. തൊടട്ടെ, കർത്താവ് തൊടട്ടെ, തൊടട്ടെ. നിന്റെ അപ്പന്മാർ, നിന്റെ പിതാക്കന്മാർ തിന്മകളിൽ പെട്ടുപോയെങ്കിൽ, നിന്റെ പിതാവിന്റെ സഹോദരങ്ങൾ, നിന്റെ അമ്മയുടെ സഹോദരിമാർ അനുഭവിക്കുന്ന പ്രതിസന്ധി നീയും അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറട്ടെ. ഭർത്തവും പിതൃപാരമ്പര്യവുമായുള്ള എന്റെ നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത് പൊന്നുവെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കോ നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്ത. ദൈവമക്കൾ ആരാധിച്ചാട്ടെ. Pastors, all the people here worship the Lord. കൈകളെ തട്ടി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. എന്നോട് ദൈവാത്മാ പറയുന്നു, നിന്നെ പിന്തുടരുന്ന ചിലത്, യെസ് യെസ് യെസ്, അങ്ങനെ പറയാൻ പറ്റുന്നവരിവിടെ ഉണ്ടോ? നിഴൽ പോലെ എന്നെ അനുഗമിക്കുന്ന, എന്റെ അപ്പനെ അനുഗമിച്ചത് എന്നെയും അനുഗമിക്കുന്നു, എന്റെ അമ്മയെ അനുഗമിച്ചത് എന്നെ അനുഗമിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ ചെയിൻ ബ്രേക്ക് ആകണം. ആത്മമണ്ഡലത്തിലൊരു യുദ്ധം
കർത്താവേ, നിന്റെ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ചലിക്കണം, ആത്മശക്തി വ്യാപരിക്കണം. ഒരു ജഡീകമായ കയ്യടിയല്ല, ജഡത്തിലുള്ള ഒരു ആരാധനയല്ല, ബുദ്ധിയുടെ സ്തോത്രമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ ഗ്രൗണ്ടിനെ, ഈ അന്തരീക്ഷത്തെ ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗം ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ആ ഡയബറ്റീസ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ആ മുഴകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ കൊളസ്ട്രോൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മാനസിക പ്രശ്നം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുമാറണം. ആത്മാവിൽ ഇന്ന് രാത്രി പ്രതികരിക്കാൻ റെഡിയാണോ? തയ്യാറാണോ? ബ്ലസ് കണ്ടല കൺവെൻഷൻ കഴിയുമ്പോൾ ടിനുപാസ പ്രസംഗം നല്ലതായിരുന്നു എനിക്ക് കേൾക്കണ്ട. ഞാനത് പറയാനല്ല ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പാട്ടായിരുന്നു ഏറ്റവും നല്ല പാട്ടെന്ന് കേൾക്കണം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് രാത്രിയിൽ ദൈവം എന്നെ ഇത്രയും ദൂരത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയ കാരണത്തിൽ ഒരു വ്യക്തിയിലെങ്കിലും ഇന്ന് രാത്രി വിടുതലുണ്ടാകണം. ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കണം. ഇതിനകത്ത് ശരീരങ്ങളിൽ വിടുതൽ നടക്കണം. ഇത് പെന്തിക്കോസ് കൂട്ടം തന്നെയാണോ? ഇത് ആത്മശക്തി പ്രാപിച്ച കൂട്ടം തന്നെയാണോ? ഇസ്ഹാക്കിനോട് ദൈവം പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്, നീ ആ വഴി എടുക്കരുത്, നീ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പെട്ടി അഴിച്ചു മാറ്റ, ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുക എന്ന് നീ തീരുമാനിച്ചിരിക്കുകയല്ലേ? ഇത് ആരോടുള്ള ദൂതാണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് മടുത്തു, ഞാൻ നിർത്തുകയാണ്, എനിക്കിനി മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ ഏതെങ്കിലും നാട്ടിലോട്ട് പോകാൻ പോകുകയാണ്. ഇസ്ഹാക്കിനെ പോലെ സാഹചര്യങ്ങൾ കണ്ട്, ക്ഷാമങ്ങൾ കണ്ട് മനസ്സുമടുത്ത് മറ്റൊരു വഴിയിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനമെടുത്ത നിന്നോട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ മേളിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ പെൻഡിംഗ് ആണ്. നിന്റെ മേളിൽ അനവധി വാഗ്ദത്തങ്ങൾ പെൻഡിംഗ് ആണ്. നിന്റെ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം പെൻഡിംഗ് ആണ്. നിറവേറാൻ പല വാഗ്ദത്തങ്ങളുമുണ്ട്, നിറവേറാൻ പല ആലോചനകളുമുണ്ട്. തീരുമാനമെടുക്കാൻ വരട്ടെ. നിറവേറാനുള്ള വാഗ്ദത്തങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ മേൽ നിവർത്തിക്കുകയാണ്. Oh shatama karabokos lebra katama haskala kagoria rekatama sheketala rimra kosa brakate kasial kana സാഹചര്യങ്ങളെ കണ്ട്, ക്ഷാമങ്ങൾ കണ്ട്, കടഭാരം കണ്ട്, രോഗങ്ങൾ കണ്ട്, ആഭിചാരകനെ കണ്ട്, മന്ത്രവാദിയെ കണ്ട്, ഇരുളിന്റെ ശക്തിയെ കണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ മടുത്തുപോയ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ആരാധിക്കാൻ കഴിയാത്ത, അഭിഷേകത്തിൽ ഉണരാൻ കഴിയാത്ത ഒരു തലമുറയുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി വെളിപ്പെടുക. നീ ഈജിപ്തിലേക്ക് പോകരുത്. ഓ ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ നിവർത്തിക്കും. സിസ്റ്റർ, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിന്റെ തലമുറയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ദൈവദാസന്മാരെ, കാലാകാലങ്ങളായി നിങ്ങളുടെ കാതിൽ കേട്ടത് നിങ്ങളുടെ കണ്ണുകൾ കാണുമെന്ന് ദൈവം നിങ്ങളുടെ കരത്തിൽ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് അബ്രഹാം തിരിച്ചറിഞ്ഞിട്ടും ആമീൻ അവിശ്വാസത്താൽ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ അവൻ ശക്തനെന്ന് ഉറച്ചു.
ശക്തിയോടെ കൈ അടിക്കുന്നെങ്കിൽ ഒന്ന് ആത്മാവിൽ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥനയുടെ നിർജീവത്വം മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആരാധനയുടെ നിർജീവത്വം ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സിനെ മടുപ്പിക്കുന്ന ചിന്തകളെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിമാറാം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം അടിമാറണേ. ഇസഹാക്കിനോട്, ദൈവപുരുഷനെ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. Isaac, many promises are pending. നിന്റെ അപ്പനോട് പറഞ്ഞത് പലതും ഇനിയും നടക്കാനുണ്ട്. ഞാൻ നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തങ്ങൾ തരാൻ പോവല്ല. നിലവിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ നിപ്പുണ്ട്. സാഹചര്യത്തെ കണ്ടുകൊണ്ട് വാഗ്ദത്തത്തെ നീ മറക്കരുത്. ഭൂമിയിൽ മാത്രമേ ക്ഷാമമുള്ളൂ, സ്വർഗത്തിൽ ക്ഷാമമില്ല. ഭൂമിയിൽ മാത്രമേ ക്ഷാമമുള്ളൂ, സ്വർഗത്തിൽ ഒന്നിലും ക്ഷാമമില്ല. ഇന്ന് രാത്രി എന്റെ ദൈവം ആകാശത്തിന്റെ കലവറകളെ തുറന്നാൽ സ്വർഗത്തിലെ ദൈവം ഇസഹാക്കിനോട് പറയാനുണ്ട്, മോനെ, ഫെലിസ്ത്യൻ നിനക്കെതിരെ വന്നേക്കാം. നീ കുഴിക്കുന്ന കിണറുകളെ അവൻ മണ്ണിട്ട് മൂടിയേക്കാം. പക്ഷെ നീ കുഴിക്കുന്നത് നിർത്തരുത്. നീ വീണ്ടും കുഴിക്കാൻ തുടങ്ങിയാൽ നിന്റെ രഹബോത്ത് വെളിപ്പെട്ട് വരും. അവിടെ ഫെലിസ്ത്യന് കയറി വരാൻ കഴിയത്തില്ല, അവിടെ ശത്രുവിന് കയറി വരാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവം നിനക്കൊരുക്കുന്ന ശുശ്രൂഷയുടെ സ്പേസ്, ദൈവം നിനക്കൊരുക്കുന്ന പ്ലാറ്റ്ഫോം, ദൈവം നിനക്കൊരുക്കുന്ന രഹബോത്ത് നിന്റെ അരികിൽ വരുന്നത് വരെ ഇന്ന് രാത്രി വാഗ്ദത്തത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ, കുഴിക്കാൻ തയ്യാറാണോ? മനസ്സ് മടുക്കുകയല്ല, പിണങ്ങി പോകുകയല്ല, പിന്മാറിയിരിക്കുകയല്ല, കൈകെട്ടിയിരിക്കുകയല്ല. ഇന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞത്, എന്റെ അപ്പനോട് പറഞ്ഞത്, എന്റെ പാസ്റ്ററോട് പറഞ്ഞത്, എന്റെ സഭയോട് പറഞ്ഞത്, എന്റെ അമ്മയോട് പറഞ്ഞത് ദൈവം നിവർത്തിക്കും. ഇസഹാക്ക് സാഹചര്യത്തെ കണ്ടോണ്ട് ഒരു റോങ് റൂട്ട് എടുക്കുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, എത്ര ക്ലിയർ ആണെന്ന് നോക്കിയേ, ഈജിപ്തിലേക്ക് പോകരുത്. എവിടെയാണോ നിന്റെ വാഗ്ദത്തം നിൽക്കുന്നേ, നീ അവിടെ നിൽക്കണം. കൈകൊടുത്ത് പറഞ്ഞേ, നിന്റെ വാഗ്ദത്തം എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കണം. മനസ്സിലായില്ലല്ലേ? ഈ കാശ്മീരിൽ ചെല്ലുമ്പോ ആപ്പിൾ മരം നല്ലതായിട്ട് ആപ്പിൾ ഉണ്ടായി നിൽക്കുന്ന നിങ്ങൾ കാണും. കാശ്മീരിലോ നല്ല തണുപ്പുള്ള രാജ്യത്തൊക്കെ ചെല്ലുമ്പോ ആപ്പിൾ ഇങ്ങനെ കായ്ച്ച് കൊലച്ച് കിടക്കുന്ന കാണും. എന്നാ ജിജി പാസ്റ്റർ നമ്മുടെ ജമ്മു കാശ്മീരിലെ മീറ്റിംഗ് വരുന്ന ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഫെബ്രുവരിയിലാണ്. അപ്പൊ അവിടൊക്കെ ചെല്ലുമ്പം ആപ്പിൾ മരങ്ങൾ നിൽക്കുന്ന കാണാം. ഇതിന് മുൻപൊരിക്കൽ ഞാൻ കാശ്മീരി മീറ്റിങ്ങിന് പോയപ്പം എൻ്റെ മനസ്സിൽ ഞാനൊന്ന് ചിന്തിച്ചായിരുന്നു, അവിടുത്തെ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് 2 ആപ്പിളിൻ്റെ തൈ കൊണ്ടുവന്ന് നാട്ടിൽ വെച്ചാലോ എന്ന്. പിന്നെ ഞാൻ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, ഒരു കാരണവശാലും ഇത് കേരളത്തിൽ ഉണ്ടാകത്തില്ല. കാശ്മീരിൽ നിൽക്കുന്ന ആപ്പിളിൻ്റെ ചെടി കൊണ്ടുവന്ന് നിങ്ങൾ കാട്ടാക്കടയിൽ പിടിപ്പിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ ചുറ്റും നിന്നങ്ങ് എല്ലാ ദിവസവും പരിപാലിച്ചത് ആപ്പിൾ ഉണ്ടായാലും ആപ്പിൾ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ താഴെ ബോർഡ് വെക്കേണ്ടി വരും, ആപ്പിളാണ്. സ്തോത്രം. കാശ്മീരുകാരൻ കേരളത്തിൽ വന്നിട്ട് ഒറ്റത്തെങ്ങ നിൽക്കുന്ന തെങ്ങും അതിനകത്ത് തേങ്ങയും കണ്ടിട്ട് ഇതുപോലൊരു തെങ്ങ് കാശ്മീരിൽ കൊണ്ട് വെക്കാന്ന് കരുതിയാൽ തേങ്ങ കാശ്മീരിൽ ഉണ്ടാകുകയില്ല. ദൈവം നിർത്തണ്ടവനെ നിർത്തണ്ട മണ്ണിൽ നിർത്തിയിട്ടുണ്ട്. കാശ്മീരിൽ നിൽക്കുന്ന ആപ്പിള് കാശ്മീരിലേ ഉണ്ടാകത്തുള്ളൂ. കേരളത്തിൽ നിൽക്കുന്ന തെങ്ങും തേങ്ങയും അത് കേരളത്തിൽ പിടിക്കുന്ന സാധനമാണ്. ദൈവം നിന്നെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത്, ആ നിർത്തിയിരിക്കുന്നിടത്ത് നീ വേരിറക്കണം. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന സഭയിൽ, ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ഡെസ്റ്റിനിക്കകത്ത് നിൽക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തം ദൈവത്തിന് നിറവേറ്റാൻ ചില സ്ഥലങ്ങളുണ്ടെന്നേ.
സ്വർഗത്തിലെ ദൈവത്തിന് എവിടെ വെച്ച് വേണേലും മോശയെ പിടിക്കാം. എവിടെ വെച്ച് വേണമെങ്കിലും മോശയോട് ദൈവത്തിന് സംസാരിക്കാം. പക്ഷെ ഹോരേബിൽ മോശയെ വെയിറ്റ് ചെയ്ത് ആ പ്ലേസിൽ നിന്ന് മാറാതെ ദൈവം മോശയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയോ, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ പോയത്. ഒന്ന് ക്ലയോപ്പാവും, രണ്ടാമതായി ക്ലയോപ്പാവിൻ്റെ ഭാര്യയായ മറിയവുമാണ്. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ക്ലയോപ്പാവിൻ്റെ കൂടെ 7 മൈൽ അങ്ങോട്ട് 11 കിലോമീറ്റർ അങ്ങോട്ട് യേശു ചേർന്ന് നടന്നു. അവരുടെ വീട്ടിൽ ചെന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. യേശു അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. ആ അപ്പം വാങ്ങി കഴിച്ചതും അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അന്നു തന്നെ, ഇത് കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് പറയാ, സമയം അവസാനിച്ചതുകൊണ്ട്. അന്ന് തന്നെ അവർ മടങ്ങി. ആ 2 പേര് അന്ന് രാത്രി തന്നെ മടങ്ങി ജെറുസലേമിന് പോയി. ഇവരെ ജെറുസലേമിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് യേശു ഇത്രയും ദൂരം ഈ വഴിയിലൂടെ നടന്നത്. എന്നറിയാം, വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് വരുന്നത് എമ്മൗസിലല്ല. വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് വരുന്നത് ജെറുസലേമിലാണ്. പരിശുദ്ധാത്മാവ് വരുമെന്നും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുമുള്ള വാഗ്ദത്തം കേട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ് ഇവർ രണ്ടും. അവർ വാഗ്ദത്തം കേട്ടവരാണ്. യഹോവയുടെ വായ അരുളി ചെയ്തത് കേട്ടവരാണ്. വാഗ്ദത്തം കേട്ടവൻ വാഗ്ദത്തം പ്രാപിക്കേണ്ട സ്ഥലത്തെത്താൻ യേശു അവരുടെ കൂടെ നടന്നു. ആ വഴി എടുത്തു. അന്ന് രാത്രിയിൽ അവരെ തിരിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി നിന്റെ മേളിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിന്റെ മേളിൽ ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തിൽ ദൈവം നിന്നെ എത്തിക്കാൻ ഏതു വഴികളിലൂടെയും സഞ്ചരിക്കും. ഏത് വഴികളിലൂടെ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഒരുപക്ഷെ കഷ്ടതകൾ അനുഭവിക്കും, വെല്ലുവിളികൾ അനുവദിക്കും. നിന്റെ മേലുള്ള വാഗ്ദത്തം നിറവേറ്റാൻ ചില ഗോലിയാത്തുമാർ നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കാൻ ദൈവം അനുവദിക്കും. പക്ഷേ എങ്ങും പരാജയപ്പെടാൻ, എങ്ങും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എങ്ങും ഇല്ലാതെയാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് വഴിയിലൂടെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനുണ്ടോ, ഏത് വഴിയിൽ നിന്നെ എത്തിക്കാനുണ്ടോ, അവിടെ നിന്നെ ദൈവം എത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കൈകൾ അടിച്ച് അതരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആത്മാവിൽ അറിയാൻ കഴിയുന്നുണ്ട് പ്രിയരെ, ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. നിന്റെ മേൽ നിൽക്കുന്ന എല്ലാ പെൻഡിങ് പ്രോമിസുകളും നിറവേറാനുള്ള വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറയാം. ഞാനിത് തുറന്നു വെച്ചിരുന്നാൽ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം എടുക്കാൻ പറഞ്ഞ ഒരു വഴി പറയാം. ദൈവം എടുക്കാൻ പറഞ്ഞ ഒരു വഴി, എടുക്കരുതെന്ന് പറഞ്ഞ വഴികൾ നിങ്ങൾ കേട്ടു. എടുക്കാൻ പറഞ്ഞ ഒറ്റ വഴി പറയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് മോശയ്ക്കുണ്ടായതെന്തെന്നാൽ, മോശേ, ഈ ജനത്തോട് നീ പറയണം, തിരിയാൻ തിരിയാൻ നിങ്ങൾ പീഹാഹിരോത്തിനരികെ പാളയിറങ്ങണം. നിങ്ങൾ മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യണം. ഇത്രയും വർഷം മരുഭൂമിയിൽ വഴിയറിയാതെ കിട്ടിയ വഴികളിലൂടെ നടന്ന ഈ ജനത്തിന് ദൈവം വഴി പറഞ്ഞു കൊടുക്കാൻ വന്നതാണ്. ഒറ്റ പ്രാവശ്യമേ ദൈവം അവർക്ക് വഴി പറഞ്ഞു കൊടുത്തുള്ളൂ. അതാ പുറപ്പാട് 14. അവര് പോയ വഴിയിൽ ആവർത്തനം 9:3 പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി ദൈവം അവരുടെ കൂടെ ഇരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം പറഞ്ഞു, നിങ്ങൾ പീഹാഹിരോത്തിനരികിൽ പാളയിറങ്ങണം, നിങ്ങൾ മിഗ്ദോൽ കടലിടുക്കിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യണം. ആ വാക്യത്തിന്റെ 1-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, മോശ തിരിഞ്ഞു, ജനവും തിരിഞ്ഞു. ഹല്ലേലൂയ. എല്ലാ മോശമാരോടും തൊഴുകയോടെ പറയുന്നു, നിങ്ങൾ തല തിരിഞ്ഞാൽ വിശ്വാസി എല്ലാം തല തിരിയും. നിങ്ങൾ നേരെ തിരിഞ്ഞാൽ വിശ്വാസികളും നേരെ തിരിയും. ഹല്ലേലൂയ. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. തിരിഞ്ഞു, തിരിഞ്ഞു. വാഗ്ദത്തത്തിലേക്കൊരു തിരിവ്.
പക്ഷെ സത്യമായി ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഒരു പ്രൊഫറ്റിക് മെസ്സേജാണ്. എനിക്ക് പ്രസംഗിക്കുന്നത് എനിക്കതറിയാം. പക്ഷെ ഇവരിങ്ങനെ കേട്ട് ഒത്തിരി വർഷങ്ങളായി. ഇത് എത്രാമത്തെ ബ്ലസ് കണ്ടല്ലേ പാസ്റ്റർ? 29. ഓ കർത്താവേ സ്തോത്രം. 30 മുമ്പ് യേശു വന്നിരുന്നെങ്കിൽ ഒന്ന് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിലേക്കുള്ള തിരിവ്, അങ്ങനൊരു തിരിവുണ്ട്. നീ പോകുന്ന വഴിയിലൂടെ നീ വീണ്ടും പോയാൽ നിന്നെ പ്രോമിസിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയില്ലെന്ന് മനസ്സിലായാൽ ദൈവം നിന്നോട് ആവശ്യപ്പെടും തിരിയാൻ. ഇന്ന് രാത്രി മനം തിരിയാൻ ആരോടെങ്കിലും കർത്താവ് പറയുന്നെങ്കിൽ, ഉപവാസത്തിലേക്ക് തിരിയാൻ കർത്താവ് പറയുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിയിലേക്ക് തിരിയാൻ ദൈവം പറയുന്നെങ്കിൽ, പർവ്വതത്തിലേക്ക് കയറി ചെല്ലാൻ ദൈവം ആവശ്യപ്പെടുന്നെങ്കിൽ, നീ എഴുതി വെച്ചോ, ആ തിരിവ് വാഗ്ദത്തത്തിലേക്കുള്ള ഒരു തിരിവാണ്. എനിക്കറിയത്തില്ല സിസ്റ്റർ, ദൈവാത്മാവിനോട് പറയുന്നു ഉപവാസം എടുക്കണം, ഉപവാസം ഇരിക്കണം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ തിരിയണം എന്നാരുടെയൊക്കെ ഉള്ളത്തിൽ ദൈവം സംസാരിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നു, ആ തിരിവ് വാഗ്ദത്തത്തിലേക്കുള്ള, നിന്റെ ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു തിരിവാണ്. ശ്രദ്ധിച്ചേ, പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞു തിരിയാൻ. മോശ തിരിഞ്ഞു, ജനവും മോശയുടെ പുറകെ തിരിഞ്ഞു. ഇവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് ഈ വഴി, ദൈവം പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ വന്നു. അപ്പൊ ദൈവം പറഞ്ഞ വഴിയിലായിരുന്നു ചെങ്കടൽ. കണ്ടലക്കാര് ശ്രദ്ധിക്കുന്നുണ്ടോ? കാട്ടാക്കടക്ക. തിരുവനന്തപുരംകാരല്ല ഒന്ന് കൈ ഉയർത്തിയേ. തിരുവനന്തപുരംകാരല്ല ഒന്ന് കൈ ഉയർത്തിയേ. തിരുവനന്തപുരംകാരല്ലേ? ബംഗാളികളാണോ? തിരുവനന്തപുരംകാരല്ല ഒന്ന് കൈ ഉയർത്തിയേ. ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. അല്ല, ഇപ്പൊ കൺവെൻഷനും ബംഗാളികളെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. പലയിടത്തും ഞാൻ അങ്ങനെയും കേട്ടു. കസേര ഫില്ലാക്കാൻ ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം പറഞ്ഞ വഴിയിലേക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ കാടയൊക്കെ ഭക്ഷിച്ച് മന്നയൊക്കെ കഴിച്ച് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയമാ. ദൈവം തമ്പുരാൻ ഒരു വഴി പറഞ്ഞു തന്നു. നിങ്ങൾ ആ വഴിയിലോട്ട് തിരിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾ പെട്ടുപോയാൽ ദൂത് പറഞ്ഞ പ്രവാചകനെ സംശയിക്കോ ഇല്ലയോ? ദൈവം തന്നെയാണോ എന്നെ നയിച്ചെന്ന് ചിന്തിക്കോ ഇല്ലയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം തമ്പുരാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ഇതിന്റെ തുടക്കവും നടുക്കവും ഒന്നും നമുക്കൊന്നും പിടികിട്ടുകയില്ല. എന്നാൽ ഇതിന്റെ അവസാനം, ഇതിന്റെ ക്ലൈമാക്സ് ഞെട്ടിക്കും. ഇതിന്റെ ക്ലൈമാക്സ് ഇപ്പൊ ഒന്നും പിടികിട്ടുകയില്ലെന്ന്, ഇപ്പൊ ഒന്നും മനസ്സിലാകുകയില്ല. ഇവർ ചെങ്കടലിന്റെ മുമ്പിൽ വന്നു, മുന്നോട്ട് പോകാൻ മേലാത്ത സാഹചര്യം. എന്നിട്ട് ഈ ദൈവം എന്നാ ചെയ്തെന്നറിയാവോ? ദൈവം ചെന്ന് ഫറവോനോട് പറഞ്ഞു, നീ അറിഞ്ഞോ ഫറവോ, ഇറങ്ങി തിരിച്ചവർ എങ്ങും എത്തിയിട്ടില്ല, ചെങ്കടലിന് മുമ്പിൽ വെട്ടുകിടപ്പുണ്ട്. ഒന്ന് ഓർത്തു നോക്കി. ഈ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായതല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ ആ പ്രശ്നം അറിയണ്ടാത്തവൻ അറിഞ്ഞതാ നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. ഇത് ഫറവോ അറിഞ്ഞു. ഇത് ഫറവോ അറിഞ്ഞപ്പോ ഫറവോ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. അപ്പൊ ദൈവം മനസ്സിൽ പറയുന്നുണ്ട്, നീ ഇറങ്ങി വരണം, നീ അവരെ പിന്തുടരണം, നീ അവരെ പിടിക്കാൻ വരണം. വന്നാൽ മാത്രമേ ഞാൻ അവരോട് ഈ വഴി എടുക്കാൻ പറഞ്ഞതിന്റെ പൂർണ്ണതയിൽ വരുള്ളൂ. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് കുടുംബങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നിന്നോടൊരു വഴി എടുക്കാൻ പറഞ്ഞപ്പോ നീ ആ വഴി എടുത്തത് നിമിത്തം അതിനകത്ത് നീ പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ, പ്രതികൂലം അനുഭവിക്കുന്നെങ്കിൽ, നീ എഴുതി വെച്ചോ, ഇതിന്റെ അവസാനം നിന്നെ അത്ഭുതപ്പെടുത്തും, ഇതിന്റെ അവസാനം നിന്നെ ഞെട്ടിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് നീ തിരിഞ്ഞെങ്കിൽ, അവൻ പറഞ്ഞ പാതയിലേക്ക് നീ തിരിഞ്ഞെങ്കിൽ, അത് പരാജയത്തിന്റെ വഴിയല്ല, അത് തകർച്ചയുടെ വഴിയല്ല, അത് വിടുതലിന്റെ വഴിയാണ്, അത് നിത്യതയുടെ വഴിയാണ്, അത് വാഗ്ദത്തത്തിന്റെ വഴിയാണ്, അത് അനുഗ്രഹത്തിന്റെ വഴിയാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കാം.
ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവേ, രക്ഷിക്കപ്പെടുവാനുള്ള വഴി അങ്ങാണ്. നിത്യജീവന്റെ വഴി അങ്ങാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള വഴി അങ്ങാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാനുള്ള വഴി അങ്ങാണ്. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലേക്കുള്ള വഴി അങ്ങാണ്. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നീതീകരണം പ്രാപിക്കാനുള്ള വഴി യേശുവാണ്. ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, ഒരേ ഒരു ജീവൻ, അത് യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമാണ്. ആ കൈകളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, നിന്റെ ഹിതം പോലെ നീ എന്നെ നടത്തണേ. നിന്റെ ഹിതം പോലെ നീ എന്നെ നടത്തണേ. ഞാൻ പോകേണ്ടുന്ന വഴി നീ എന്നെ കാണിക്കണേ. പ്രാർത്ഥിക്കാവോ? 27-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ 34-ാം സങ്കീർത്തനത്തിൽ ആ മനുഷ്യനോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ മേൽ എൻ്റെ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞു തന്ന് എൻ്റെ വഴിയിൽ ഞാൻ നിന്നെ നടത്തും. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. അത് പരാജയത്തിൻ്റെ വഴിയല്ല. ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ചോദിക്കുന്നു, ഈ രാത്രിയിൽ ശാരീരികമായും മാനസികമായും ആത്മീകമായും ഒരു വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ഓടി മുന്നിലേക്ക് വരാമോ? പെട്ടെന്ന് വരണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ന് രാത്രിയിൽ ഈ മുന്നിലേക്ക് വരുന്ന ഈ അനുസരണം, ഈ കാണിക്കുന്ന അനുസരണം നിങ്ങളെ ഒരു അത്ഭുതത്തിലേക്ക് നയിക്കുകയാണ്. ഈ കണ്ടള കൺവെൻഷൻ്റെ ഈ സാറ്റർഡേ നൈറ്റിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് മുന്നോട്ട് വരാമോ? ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഒന്നോടി മുന്നിലേക്ക് വന്നേ. വേഗത്തിൽ ഈ സൈഡിലേക്ക് വന്നേ. ഏറ്റവും പുറകിൽ നിൽക്കുന്ന സഹോദരി, സഹോദരൻ, ഈ ഭാഗത്തേക്ക് വന്നേ. ഞാൻ പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. എല്ലാവർക്കും ദയവായി മുൻപിലേക്ക് വരാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകാണ്. താഴ്വരയായാലും എല്ലാ സഹോദരി സഹോദരന്മാരും എൻ കൂടെ ഇരിക്കുന്നോനെ, പ്രത്യേകിച്ച് ശാരീരികമായ ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ, ഒരാത്മ പകർച്ച ആഗ്രഹിക്കുന്നവർ മുന്നിലേക്ക് വരാം. ൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരു കരങ്ങളും ഉയർത്തി പരിശുദ്ധനെ, ഓ പരിശുദ്ധനെ, രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരരാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ, രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരരാ ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഒരു നിമിഷം ഒന്ന് കൈകളൊന്ന് താഴ്ത്തിയിട്ട് എന്നെ നോക്കിയേ. ഇനിയും ആളുകൾ അവിടെ നിൽക്കുന്നല്ലോ. ദയവായി മുൻപിലേക്ക് വന്നാട്ടെ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് ഈ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. മകളെ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെടാനുള്ള വഴി യേശുവാണ്. അപ്പോസ്തല പ്രവൃത്തി 4:11, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി യേശുവാണ്. യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. ക്യാമറ എടുക്കുന്ന സഹോദരന്മാരെ, മോനെ, ഗിംബൽസ് ഒന്നും ഈ മൂമെന്റിൽ യൂസ് ചെയ്യരുത്. ഐ ആം വെരി സീരിയസ്. 3, പ്രാർത്ഥന കേൾക്കാനുള്ള വഴി എന്നാണ്? പ്രാർത്ഥന കേൾക്കാനുള്ള വഴി
പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തു തന്നെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ഏക മധ്യസ്ഥൻ. ബൈബിൾ പറയുന്നു ഏക മധ്യസ്ഥൻ. ആ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന യേശുവാണ്. പ്രാർത്ഥന കേൾക്കാനുള്ള വഴി യേശു, രക്ഷ പ്രാപിക്കാനുള്ള വഴി യേശു, നിത്യജീവന്റെ വഴി യേശു, നീതീകരിക്കപ്പെടാനുള്ള വഴി യേശു, പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലും വരാനുള്ള വഴി. യോഹന്നാൻ 7:37 യേശു പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വഴി യേശു, ഒരേ ഒരു വഴി യേശു, ഒരേ ഒരു സത്യം യേശു. കൈകളെ ഉയർത്തു, ആ കർത്താവിന് നന്ദി പറഞ്ഞേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഓ ജീസസ്, your presence makes me whole. ശബ്ദം ഉയർത്തി യേശുവേ, യേശുവേ, ഓ യേശുവേ, യേശുവേ, ഓ യേശുവേ, യേശുവേ, ഓ യേശുവേ, നിൻ സാന്നിധ്യം മതി. കർത്താവ് എന്നോട് പറയുന്നു, ഈ ആന്ധ്രാപ്രദേശിലേക്ക് നിങ്ങളുടെ മിനിസ്ട്രിക്കായി ദൈവം വലിയൊരു വാതിൽ വെട്ടുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ പ്രവർത്തനങ്ങൾ ഭയങ്കര ശക്തമായ നിലയിൽ ആന്ധ്രയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ആളി കത്തുന്ന ഒരു തീ പോലെ പടരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ലാക്രമൗഷ്, ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒത്തിരി ചെറുപ്പക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒത്തിരി ചെറുപ്പക്കാരുടെ മേളിൽ പ്രവചന ശബ്ദങ്ങളായി അവൻ പരിശുദ്ധാത്മാവിനെ തീർക്കുകയാണ്. ലാക്രമൗഷ്, ബ്രേക്കജമൗഷ്, കാസ് Libra Damos, Cramos, Seleta, Zegoria, Labros, Brica Damos, Levoria, Graciana. അഭിഷേകത്തിന് വലിയൊരു പകർച്ച. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അടയപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ, അടയപ്പെട്ട ഫൈനാൻഷ്യൽ ഡോറുകൾ നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ നാമത്തിൽ തുറക്കുകയാണ്. എവിടൊക്കെയോ ലോക്കായി പോയ സാമ്പത്തിക മേഖലകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും തുറക്കുകയാണ്. In the name of Jesus. Labros Shekratamos. Escoria Kramos Shekrakasiado. Lebrakamos Maria Krasiana. Lebrokemiao Shekrakasiana. Sokemaldana. Your presence makes me whole. Your presence, Jesus, your presence, only your presence makes this crowd, hallelujah, Hallelujah. Jesus. Kasakito prohosahas. Hallelujah. Sakretabas. Le sakretabas. Jesus. This is a process. ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, ഒത്തിരി അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്ന, അവരെ പഠിപ്പിക്കുന്ന, അവരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കുന്ന, അവരെ പരിപാലിക്കുന്ന ഒരു വിങ്ങും, മറുഭാഗത്ത് ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ള ഒരു ജനറേഷനെ പഠിപ്പിച്ച് പൊക്കിയെടുത്ത് ഇമ്പാർട്ട് ചെയ്ത്
നോർത്തിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് സെൻഡ് ചെയ്യുന്ന അടുത്തൊരു വിങ്ങും 2 കൈകൾ പോലെ 2 ചിറകുകൾ പോലെ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കുകയാണ്. ജീസസ്. ശക്രസബോഷ് അസ്ക്രജബോഷ് ഗതബവസിയാര. ഞാൻ ആ മകളെ നോക്കുമ്പോൾ നിന്റെ ഉദരത്തെ ദൈവം തൊടുകയാണ്. നിന്റെ നിന്ദകളെ ദൈവം മാറ്റുകയാണ്. ബ്രദർ, RCC പറഞ്ഞതല്ല, നിന്റെ ക്യാൻസറുകൾ സൗഖ്യമാകുകയാണ്. What is the greatest miracle? ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് ഷോർട്ട് മെസ്സേജ് പറയാൻ ഇഷ്ടമുള്ള ആളാണ്. ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു പറഞ്ഞ വഴിയിലേക്ക് തിരിഞ്ഞാൽ വഴിത്തിരിവാകും. യേശു പറഞ്ഞ വഴിയിലേക്ക് നീ തിരിഞ്ഞാൽ അത് വഴിത്തിരിവാകും. നോ അതർ വേ. ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നത് യേശുവിന്റെ കൂടെ ചേരാനാ, യേശുവിനെ ധരിക്കാനാ. ഇവിടെയും അവിടെയും ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകാനാ. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം. സ്നാനപ്പെടുന്നത് മതത്തിൽ ചേരാനല്ല, ക്രിസ്തുവിന്റെ കൂടെ ചേരാനാണ്, ക്രിസ്തുവിനെ ധരിക്കാനാണ്, ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഉണ്ടാകാനാണ്, ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാനാണ്. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് ആ വഴിയിലേക്ക് തിരിയണം എന്നാഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചേ. അവരുടെ കൈ മാത്രം. എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് തിരിയണം, എനിക്ക് ആ വഴിയിലേക്ക് തിരിയണം, എനിക്ക് ആ വഴിയിലേക്ക് തിരിയണം. അവരുടെ കൈ നന്നായിട്ട് ഉയർത്തി, ഇവിടെയോ അവിടെയും. താങ്ക് യു ജീസസ്. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച മക്കളെ ആ കൈ മോനെ നന്നായിട്ട് ഉയർത്തിയേ. Many people. സാൽവേഷന്റെ ഓട്ടർ കോൾ അല്ല ഇത്. ബാപ്റ്റിസം, റിലേറ്റഡ് ടു ദ ബാപ്റ്റിസം. എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, ഇന്ന് രാത്രിയിൽ ഞാൻ അവിടുത്തെ വഴിയിലേക്ക് തിരികെയാണ്. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തെ നീ എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപത്തെ നീ എന്നോട് പൊറുക്കണമേ. എന്റെ ഹൃദയത്തിലേക്ക് യേശുവേ ഇന്ന് രാത്രി നീ വരണമേ. എന്റെ രക്ഷിതാവ് കർത്താവുമായി നീ എന്നിൽ വസിക്കണമേ. എന്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് തരുന്നു യേശുവേ. നിന്റെ കൽപ്പന അനുസരിപ്പാൻ, നിനക്കായി ജീവിപ്പാൻ എന്നെ നൽകുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഓ നീ എന്റെ സർവ്വം, അവൻ എന്റെ ശൈലവും എൻ കോട്ടയം, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. ചെവി കേൾക്കാൻ മേലാത്ത എത്ര പേരുണ്ട്? പക്ഷേ ഈ കാർഡ് എന്തെങ്കിലും ഉണ്ടോ? ബാപ്റ്റിസം കാർഡ്, സ്നാനത്തിന് വേണ്ടി തീരുമാനിച്ചൊരൊന്നുകൂടെ കൈപൊക്കിയേ. വേഗത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ലഭിക്കും. ആ കാർഡിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എഴുതി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ആ തീരുമാനത്തെ നിങ്ങൾ ഈ ദൈവദാസനോട് അറിയിക്കണം. ആ കാർഡ് നിങ്ങൾ തിരികെ ഏൽപ്പിക്കണം. ഉയർത്തിപ്പിടിച്ചു. പാസ്റ്റർ വന്നോ? കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. നിങ്ങളുടെ കരങ്ങളിലേക്ക് തരും. ചെവി കേൾക്കാൻ മേലാത്തവരുണ്ടോ? ചെവി കേൾക്കാൻ പറ്റാത്തവർ, ഒരു ചെവിയോ 2 ചെവിയോ കേൾക്കാൻ പറ്റാത്തവർ. ചെവി കേൾക്കത്തില്ല, ഒരു ചെവി കേൾക്കത്തില്ല. ഇനി കൊണ്ടുവരാ കുഞ്ഞിനെ. ആ ചെവി ഇന്ന് രാത്രി സൗഖ്യമാവും. ചെവിക്ക് പ്രശ്നം, ചെവിക്ക് ഒരു ചെവിയോ 2 ചെവിയോ കേൾക്കാത്തവരുണ്ടോ? എനി ഇയർ പ്രോബ്ലംസ്?
ആ പ്രശ്നമുള്ളവർ മോളെ ആ ചെവിയിലോട്ട് കൈവച്ചോ. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ജിജി പാസ്റ്റർ എന്തിയെ, സാമച്ചാൻ എന്തിയെ, മറ്റേ ലീഡേഴ്സ് എന്തിയെ, അവരൊന്ന് വന്നേ. സജി ബ്രദർ പ്ലീസ്. ആ ചെവിക്ക് പ്രശ്നമുള്ളവര് ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ മക്കളെ. ഒന്ന് ആ ചെവിയിലോട്ടൊന്ന് കൈവച്ചേ. ചെവിയിലോട്ട് കൈവച്ചോ. ചെവിക്ക് പ്രശ്നമുള്ളവർ ഒരു ചെവി കൈവച്ച് മറ്റേ ചെവി കൈ ഉയർത്തി പിടിച്ചേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണം. ചെവിക്ക് പ്രശ്നമുള്ളവര് കേൾക്കാൻ മേലാത്ത ചെവിയിൽ കൈവച്ച് മറ്റേ കൈ ഉയർത്തി പിടിച്ചേ. എന്റെ കൂടെയുള്ള ശുശ്രൂഷകർ അവരെ ശ്രദ്ധിച്ചോണം. അവിടെ ഒരു സഹോദരനുണ്ട്, അവിടെയുണ്ട്, ഒരുപാട് പേരുണ്ട്. കർത്താവ് എനിക്ക് വെറുതെ അല്ല നിയോഗം തന്നെ, ഒത്തിരി പേരുണ്ട്. ആ ചെവിയിലോട്ട് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യെശയ്യാ 53:5 അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:3 അവൻ നിന്റെ സകല അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. യിരെമ്യാവ് 33:6 അവൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യം വരുത്തി തരുന്നു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവൻ രോഗിയുടെ മേൽ കൈ വെക്കുമ്പോൾ രോഗിയുടെ മേൽ കൈ വെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. ഇപ്പോൾ തുറകണേ, ഇപ്പോൾ തന്നെ തുറകണേ, ഇപ്പോൾ തന്നെ തുറകണേ. യേശുവിന്റെ നാമത്തിൽ അക്കാദ് അവിടെ ഇവിടെ ഇപ്പോൾ തന്നെ തുറകണേ. നിന്റെ സാമ്പത്തിക മേഖലകളെ കത്ത തൊടുകയാണ്. നിന്റെ ചില ബിസിനസ്സുകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. നിന്റെ ചില ബിസിനസ് ഡീലുകളെ ദൈവം തൊടുകയാണ്. നിന്നെ ദൈവം മാറ്റി, നിന്റെ നിന്നെ ദൈവം മാറ്റി. ഈ 2024 ഒക്ടോബർ മാസത്തിൽ നിന്റെ ഭവനത്തിനകത്ത് ഒരു സാക്ഷ്യത്തിനായുള്ള വഴി തുറക്കപ്പെടുന്നത് കർത്താവിനെ കാണിക്കുകയാണ്. ആ മുഴ വിട്ടുമാറണേ. യേശുവിന്റെ നാമത്തിൽ ആ ചെവി തുറങ്ങണേ. ആ കണ്ണുകളിൽ കാഴ്ച ഉണ്ടാകണേ. യേശുവിന്റെ നാമത്തിൽ അസ്ഥികളുടെ വേദന മാറണേ. മുട്ടിന്റെ തേയ്മാനം വിട്ടുമാറണേ. ചില ശരീരങ്ങളുടെ മുഴകൾ വിട്ടുമാറുന്നു. Heal in the name of Jesus. Heal in the name of Jesus. എന്നോട് കർത്താവ് പറയുന്നു, ഈ ഗ്രൗണ്ടിലും ആരോ പാസ്പോർട്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാസ്പോർട്ടിന്റെ മേളിൽ yes in the name of Jesus ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. Heal, heal, heal. ഒരു സന്തോഷം എന്ന പേര് കർത്താവിനെ കാണിക്കുന്നു. സന്തോഷിനെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിറയ്ക്കുകയാണ്. സന്തോഷിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ തൊടുകയാണ്. റോജ എന്നൊരു പേര് ദൈവം കാണിക്കുകയാണ്. റോജ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലെ വിടുതൽ നടക്കണം. റോജയാണോ? റോജ എന്നൊരു പേര്. സന്തോഷം എന്തിയെ കർത്താവിനെ ഉപയോഗിക്കാൻ പോകുകയാണ്. രണ്ട് മേഖലകളിൽ നിന്റെ ജീവിതത്തിന്റെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ രണ്ട് മേഖലകൾ അടഞ്ഞുപോയത് കർത്താവിന്റെ വഴിയിലേക്ക് നിന്നെ തിരിക്കുവാൻ വേണ്ടിയാണ്. എന്തൊക്കെയോ ചില പിന്മാറ്റങ്ങളിൽ നിന്ന്, പുറകോട്ട് പോയ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നിന്നെ മുന്നിലേക്ക് തള്ളിവിടുന്നത് ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കൈ ഉയർത്താൻ കഴിയാത്തവരൊന്ന് കൈ ഉയർത്തി.
ഷോൾഡർ സൗഖ്യമായിട്ടുണ്ട്, ഷോൾഡർ ഹീലായിട്ടുണ്ട്. മുട്ടുമടക്കാൻ മേലാത്തവർ മുട്ടുമടക്കി, മുട്ട് സൗഖ്യമായിട്ടുണ്ട്. മോനെ, നിന്റെ നിരാശകളെ ദൈവം മാറ്റി. നിന്നെ കുറങ്ങാൻ പോലും കഴിയാതെ നിന്നെ ഡിപ്രസ്ഡ് ആക്കി കളഞ്ഞ മേഖലയിൽ നിന്ന്, നിന്റെ ജീവിതത്തെ ലോക്ക് ചെയ്ത മേഖലകളിൽ നിന്ന് ഇന്ന് രാത്രി ദൈവം അതിനെ അഴിച്ചു മാറ്റി. പരിശുദ്ധാത്മാവ് ഒരു വലിയ സ്വാതന്ത്ര്യം നിന്റെ മേൽ ഇടുന്നത് ഞാൻ കാണുകയാണ്. ഓ ജീസസ്, ഒരു രവീന്ദ്രനെ കുടുംബത്തെ ഇന്ന് രാത്രി ദൈവം തൊടുകയാണ്. In the name of Jesus. ഈ കുനിയാൻ മേലാത്തവർ കുനിയ, ചെവി കേൾക്കാൻ മേലാത്തവർ നേരത്തെ കേട്ടോണ്ടിരുന്ന ചെവി അടച്ചേ, നേരത്തെ കേട്ടോണ്ടിരുന്ന ചെവി അടച്ചേ. കേൾക്കാൻ മേലാത്ത ചെവി കൊണ്ട് കേട്ടെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. മുഴകളുള്ളവർ, ഒത്തിരി ട്യൂമർ ഇവിടെ മാറിയിട്ടുണ്ടെന്ന് കർത്താവിനോട് പറയുന്നു. വെറുതെ എങ്കിലും ഒന്ന് നോക്ക്, ആ മുഴയുള്ള ഭാഗത്ത് ഇപ്പൊ അതുണ്ടോന്ന്, ആ കട്ടിയുള്ള ഭാഗത്ത് അതുണ്ടോന്ന് വെറുതെ എങ്കിലും ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയാനേലും നോക്ക്. തൈറോയിഡിന്റെ മുഴകൾ പോയിട്ടുണ്ട്, ഒത്തിരി ട്യൂമറുകൾ ഡിസപ്പിയർ ആയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിക്കോ, ചെക്ക് ചെയ്ത് നോക്കിക്കോ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ ഹീലായിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്റെ ശരീരത്തിൽ ഞാനൊരു വിടുതൽ അനുഭവിക്കുന്നു എന്നുള്ളവർ കൈ ഉയർത്തി പിടിച്ചേ. നന്നായിട്ട് ഉയർത്തണം. വ്യക്തിപരമായി ഞാനൊരു സൗഖ്യം അനുഭവിക്കുന്നു. സഹോദരി, എന്താ കർത്താവ് ചെയ്തേ? ഉയർത്താൻ പറ്റുകയില്ലായിരുന്നു. എത്ര വർഷമായിട്ട് ക്യാൻസറിന്റെ ട്യൂമർ ഉണ്ടായിരുന്നു. എവിടെയാണ്? ഈ ഭാഗത്ത്. എന്തു പറ്റി? കർത്താവ് എന്നാ ഇപ്പൊ ചെയ്തേ? കാണുന്നില്ല. നോക്കി ഒന്നുകൂടെ. ഇത് കണ്ടിട്ടുള്ള സഹോദരിമാരാരെങ്കിലും അടുത്തുണ്ടോ? You know anyone here? Your husband is here? തടിപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഉറപ്പാണോ? ഓക്കെ, you are healed. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രോത്ത് ഉണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു. ഓക്കെ, ജീസസ്, ജീസസ്. നിങ്ങളിൽ എത്ര പേര് ഞാൻ പറയുന്നത് കേട്ടു? RCC പറഞ്ഞ റിപ്പോർട്ട് അല്ല നീ വിശ്വസിക്കേണ്ടത്. ജീസസ്. സൗഖ്യം അനുഭവിച്ചവർ കൈ ഉയർത്തി പിടിച്ചേ. ചെവി കേട്ടവർ, ശരീരത്തിൽ വിടുതൽ അനുഭവിച്ചവർ ഒന്ന് കൈ ഉയർത്തി, നന്നായിട്ട് ഉയർത്തി പിടിച്ചേ. നന്നായിട്ട്. Many people. ഇവരെ കൊണ്ട് ഇന്ന് സാക്ഷ്യം പറയിക്കാൻ, എല്ലാവരും സാക്ഷ്യം പറയിക്കാൻ നിന്നാൽ എന്താ മോനെ സംഭവിച്ചേ? ചെവി കേൾക്കത്തില്ലായിരുന്നു എത്ര നാളായിട്ട്? ഇപ്പൊ കേൾക്കുന്നത് എങ്ങനെ അറിയാം? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. മറ്റേത് അടച്ചു പിടിച്ച് നോക്കിയാണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ പറഞ്ഞല്ലോ, ചെവി കേട്ടവരുണ്ട്, ട്യൂമർ മാറിയവരുണ്ട്, ഒത്തിരി ഹീലിംഗ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഈ മീറ്റിംഗിന് ഈ ഗ്രൗണ്ടിൽ വന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ വിടുതൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. യേശുവിലേക്കുള്ള നിന്റെ തിരിവാണ് വഴിത്തിരിവ്. വഴിയാകുന്ന ക്രിസ്തുവിലേക്ക് തിരിയുക. That is your turning point. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. അപ്പൊ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ആ തീ. Yes, fill it up in the name of Jesus. Jesus. Hallelujah, hallelujah.